അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദ്വാനില്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത്ത് ഹീലതി അദ്രിക്നി യാ റസൂലല്ലാഹ്. യാ സയ്യിദസ് സാദാതി ജിഅ്തുക ഖാസിദാ അർജൂ റിളാക വഅഹ്തമി ബിഹിമാക വല്ലാഹി യാ ഖൈറൽ ഖലായിഖ് ഇന്ന ലീ ഖൽബൻ മശൂഖൻ ലാ യറൂമു സിവാക. सरवर कहूँ के मालिक व मौला कहूँ तुझे, बाग़े खलील का गुले ज़ैबा कहूँ तुझे. ആദരണീയരായ സാദാത്തുക്കളെ, ശ്രേഷ്ഠന്മാരായ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുത്തഅല്ലിമുകളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പവിത്രമായ റമദാനിൻ്റെ വിശുദ്ധമായ ഈ പകലിൽ കഴിഞ്ഞ ദിവസങ്ങളുടെ തുടർച്ചയായി മഹാന്മാരായ മുഹദ്ദിസുകൾക്കൊപ്പം പ്രത്യേകിച്ചും അമീറുൽ മുഅ്മിനീൻ ഫിൽ ഹദീസ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനൊപ്പമുള്ള സഞ്ചാരമാണ്. മഹാന്മാരെക്കുറിച്ച് വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും പറയുമ്പോഴുമെല്ലാം ഓരോരുത്തരുടെയും ലോകം വളരെ വിശാലമാണെന്നതും അതിൽ നിന്നൊരു ശകലം പോലും പറഞ്ഞു തീർക്കാൻ നമുക്ക് സാധ്യമല്ലെന്ന നിസ്സഹായതയും ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഇത്തരമൊരു തുറന്ന വേദിയിൽ പ്രത്യേക പാഠ്യവിഷയമായി ഹദീസോ പണ്ഡിതന്മാരുടെ ചരിത്രമോ തിരഞ്ഞെടുക്കാത്ത ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോമിൽ സാങ്കേതികമായ പല പ്രയോഗങ്ങളും പഠനങ്ങളും അവതരിപ്പിക്കുന്നതിന് പരിമിതികളും പരിധിയുമുണ്ട് എന്നെനിക്കറിയാം. പക്ഷേ നാം നമ്മുടെ ജീവന് തുല്യം സ്നേഹിക്കുകയും പ്രകീർത്തനം കൊണ്ട് അനുസ്മരിക്കുകയും ചെയ്യേണ്ട മഹാന്മാരായ ആളുകൾ നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് വിസ്മൃതിയിലേക്ക് പോകുമ്പോൾ അവരെയൊക്കെ നമ്മുടെ ഓർമ്മ പഥങ്ങളിലേക്ക് കൊണ്ടുവരിക എന്ന കരുതിക്കൂട്ടിയുള്ള ഒരു ലക്ഷ്യം കൂടി മഹാന്മാരുടെയും മഹതികളുടെയും ചരിത്രം പറയുന്നതിൽ നമുക്കുണ്ട്. മഹാന്മാരായ ആളുകളിലൂടെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം. അവരെ ഓർക്കുകയും അവരുടെ ജീവിത വഴികളെ പകർന്നെടുക്കുകയും സാത്വികരായ ഇമാമുകളുടെ മഹത്തായ ജീവിതം വായിക്കുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുമ്പോൾ ആ അല്പസമയമെങ്കിലും ആത്മീയമായ ചില വിചാരങ്ങളും നമ്മൾ നിസ്സാരതയുടെ ആളുകളാണെന്ന ബോധവും ഉണ്ടാകാൻ കഴിഞ്ഞാൽ അതുതന്നെ ഒരു ധന്യതയായി മനസ്സിലാക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ചരിത്രത്തിൻ്റെ കൃത്യമായ പട്ടിക വെച്ചുകൊണ്ട് വളരെ ആധികാരികമായ ഒരു അവതരണത്തിന് ഞാൻ അറിവുള്ള ആളുമല്ല, സാഹചര്യവും അനുകൂലമല്ല. അതുകൊണ്ട് അവിടുത്തെ ജീവിതത്തിൻ്റെ പുറമേ ഉള്ള ചില തലങ്ങളെ തീർത്തും പ്രാഥമികമായി നിങ്ങളോട് പങ്കുവെക്കുകയാണ്. എൻ്റെ സദസ്സിലുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളോട് പറയാനുള്ളത്, ആനുകാലിക യുഗത്തിൽ മഹാന്മാരുടെ ചരിത്ര പഠനം അന്യവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതേറ്റെടുത്ത് ഉപജീവിക്കുകയും ആനുകാലിക സമൂഹത്തിന് ഇമാമുകളെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ്.
ഏതോ ചില കഴിവുകളുടെ പേരിൽ പ്രതിഭാ പട്ടങ്ങൾ കിട്ടി ലോകത്ത് വലിയ നായകന്മാരായി പലരും വരികയും താൽക്കാലികമായ ചില കഴിവുകളുടെയും യോഗ്യതയുടെയും പേരിൽ പല ആളുകളെയും പ്രകീർത്തിക്കുകയും അവരെ കൾട്ടുകളായും മോഡലുകളായും നമ്മുടെ തലമുറ സ്വീകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് മാറി മുസ്ലിം സമുദായത്തിന് അഭിമാനത്തോടെ നെഞ്ചിലേറ്റാനും ആത്മാഭിമാനത്തോടെ അനുധാവനം ചെയ്യാനും മഹാന്മാരായ ഇന്നലകളിലെ ഇമാമുകളുണ്ട് എന്ന് പുതിയ തലമുറയുടെ മനസ്സിൽ കയറ്റിക്കൊടുക്കേണ്ട ബാധ്യത നമ്മുടേതാണ്. അതുകൊണ്ട് വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്കൊരുമിച്ച് സഞ്ചരിച്ച് ഒരുപാട് ഇമാമുകളുടെ ചരിത്രം അൽ അലാം എന്ന വിദേശ രാജ്യത്ത് നിന്ന് പ്രസിദ്ധീകരിക്കുന്ന സീരീസിൽ ആയിരക്കണക്കിന് ഇമാമുകളുടെ ചരിത്രം കടന്നു വന്നിട്ടുണ്ട്. വ്യത്യസ്ത പ്രസാധകർ നിരവധി ഇമാമുകളെ ആ വിധത്തിൽ പരിചയപ്പെടുത്താനുള്ള സ്വതന്ത്ര പഠനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആധുനിക രചയിതാക്കളാകുമ്പോൾ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ടതും അഹ്ലുസുന്നയുടെ മൂല്യമുള്ള ആശയങ്ങളും ചരിത്രശകലങ്ങളും ചില ആളുകൾ മാറ്റിവെച്ചുകൊണ്ട് അവതരിപ്പിക്കും എന്ന ബോധത്തോടെ ചരിത്ര ഗ്രന്ഥങ്ങളെ സമീപിക്കേണ്ടതുമാണ്. ഇമാം ബുഖാരി റളിയല്ലാഹുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഗ്രന്ഥങ്ങളുടെ ദാരിദ്ര്യമില്ല, അവലംബങ്ങളുടെ അഭാവമില്ല. ഇമാമുകൾ രചിച്ചു വെച്ച ഗ്രന്ഥങ്ങളും തബഖാത്തിന്റെ ഗ്രന്ഥങ്ങളും അതുപോലെ തന്നെ അസ്മാഉൽ റിജാലിന്റെ ഗ്രന്ഥങ്ങളിലും എല്ലാം അഗ്രേസരന്മാരായി ഗണിക്കപ്പെടുന്നതിൽ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് തഹ്ദീബിലും അഅലാമിലും തബഖാത്തിലും എല്ലാം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള വേണ്ടുവോളം ചരിത്ര പരാമർശങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം ചെറിയ ചില ഭാഗങ്ങളെ മാത്രം നിങ്ങളോട് ഇവിടെ പങ്കുവെക്കുകയാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പരിശുദ്ധരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രമായ ഹദീസ് ശകലങ്ങളെ ഏറ്റുവാങ്ങുന്നതോടൊപ്പം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കർമ്മശാസ്ത്ര വിശാരദനായി, അഥവാ ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലെ സ്വതന്ത്രമായി ഇജ്തിഹാദ് നടത്താനുള്ള യോഗ്യത ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ഇമാം ദഹ്ലവി റളിയല്ലാഹു അൻഹു എഴുതിയതായി കാണാം. എന്നാൽ കൃത്യമായ ഒരു നിദാന ശാസ്ത്രം വെക്കാതെ, ആ ഒരു വഴിയിലേക്ക് കടന്നു പോകാതെ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ മാതൃകയായി സ്വീകരിച്ച് ശാഫിഈ മദ്ഹബ് പിൻപറ്റിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ജീവിച്ചിട്ടുള്ളത്. എന്നാൽ കർമ്മശാസ്ത്ര വിഷയങ്ങൾ വരുമ്പോൾ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ആധികാരികമായി മറുപടി പറഞ്ഞ നിരവധി ഗ്രന്ഥങ്ങൾ ബഹുമാനപ്പെട്ട ഇമാമുകൾ വിഷയങ്ങളും സന്ദർഭങ്ങളും അവരുടെ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുന്തു ഇൻദ ഇസ്ഹാഖ് ബിൻ റാഹവൈഹി. ഇസ്ഹാഖ് ബിൻ റാഹവൈഹി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലായിരുന്നു. ഇതുപോലെ സ്വതന്ത്രമായ ഒരു അവതരണം അർഹിക്കുന്ന മഹാനാണ് ഇസ്ഹാഖ് ബിൻ റാഹവൈഹി. അള്ളാഹു അവസരം നൽകിയാൽ മറ്റൊരു അധ്യായത്തിൽ എവിടെയെങ്കിലും നമുക്ക് പറയാം. അമ്മൻ ത്വല്ലഖ നാസിയൻ, മറന്നുകൊണ്ട് ത്വലാഖ് ചൊല്ലിയ ആളെ കുറിച്ച് ബഹുമാനപ്പെട്ട ഇമാം ഇസ്ഹാഖ് ബിൻ റാഹവൈഹിയുടെയും എന്റെയും സന്നിധിയിൽ ഒരു സംശയം ഉയർന്നു. ഫസകത തവീലൻ മുഫക്കിറ, ദീർഘനേരം അവിടുന്ന് മൗനിയായിരുന്നു. ഫഖുൽതു അന, അപ്പോൾ ഞാൻ പറഞ്ഞു, ഖാല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്നല്ലാഹ തജാവസ അൻ ഉമ്മത്തി മാ ഹദ്ദസത് ബിഹി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധ വചനം ഉച്ചരിച്ചുകൊണ്ട് പറയുകയാണ്, പ്രവർത്തിക്കാതെ പറഞ്ഞു പോയൊരു കാര്യം അതിൽ അല്ലാഹു തആല വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട് എന്ന ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അതിന്റെ വ്യാഖ്യാന തലങ്ങളെ മുഴുവനും ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അനുവാചകരുടെ മുമ്പിൽ അവതരിപ്പിച്ചു കൊടുക്കുകയാണ്. ബഹുമാനപ്പെട്ട സഈദ് ബിൻ ജഅഫർ റളിയല്ലാഹു അൻഹു പറയുന്നു, അഹ്മദ് ബിൻ ഹർബ് നൈസാബൂരി എന്നവർ ഇസ്ഹാഖ് ബിൻ റാഹവൈഹി എന്നവരുടെ അടുക്കലേക്ക് പോവുകയാണ്. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹർബ് നൈസാബൂരി റളിയല്ലാഹു അൻഹു വഫാത്തായി. ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ കർമ്മശാസ്ത്ര പണ്ഡിതനായിരുന്നു, ഫഖീഹായിരുന്നു. അപ്പോൾ മഹാനവറുകളുടെ ജനാസ മറമാടുന്നതിന് വേണ്ടി പോയപ്പോൾ സഈദ് ബിൻ ജഅഫർ റളിയല്ലാഹു അൻഹു പറയാൻ,
കുന്തു അസ്മഉ അഹ്ലൽ മഅരിഫതി യൻളുറൂന വയഖൂലൂൻ. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ നോക്കിക്കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ആത്മജ്ഞാനികളായ ആളുകൾ പറയുന്നത് ഞാൻ കേട്ടു. മുഹമ്മദുൻ അഫ്ഖഹു മിൻ ഇസ്ഹാഖ് ബിൻ റാഹവൈഹിയേക്കാൾ വലിയ കർമ്മശാസ്ത്ര പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റളിയല്ലാഹു അൻഹു. കാരണം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് പദവി ഉദ്ദേശിച്ചാൽ അയാൾക്ക് നൽകുന്ന ഔദാര്യം എന്താണ്? മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. ഇസ്ലാമിക കർമ്മശാസ്ത്ര പഠന മേഖലയിൽ അർഹമായ യോഗ്യത നൽകിക്കൊണ്ടാണ് ഒരാളെ അല്ലാഹു തആല സ്വീകരിക്കുക. അപ്പോൾ കർമ്മശാസ്ത്ര പഠനം ഇസ്ലാമിന്റെ പ്രായോഗികമായ അവതരണമാണ്. അവലംബങ്ങളായ ഖുർആനും തിരുസുന്നത്തും ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരുടെ ഏകോപനവും തുലന പഠനങ്ങളും ഇതിനെയെല്ലാം അടിസ്ഥാനപ്പെടുത്തി പ്രായോഗികമായി ഇസ്ലാമിനെ അവതരിപ്പിക്കുവാനുള്ള ദൗത്യമാണ് മഹാന്മാരായ കർമ്മശാസ്ത്ര വിശാരദന്മാർ നിർവഹിച്ചിട്ടുള്ളത്. ഈ കാലഘട്ടത്തിൽ ഒരുപാട് പുതിയ വിഷയങ്ങളുണ്ട്. ഈ പുതിയ വിഷയങ്ങൾക്ക് മുഴുവനും പരിഹാരം പറയാൻ യഥാർത്ഥത്തിൽ കർമ്മശാസ്ത്രത്തിന്റെ മേശപ്പുറത്ത് നിന്നാണ് കൃത്യമായ കാഴ്ചപ്പാടുകൾ വരേണ്ടത്. ആധുനിക സാമ്പത്തിക വ്യവസ്ഥിതി, മോഡേൺ ബയോളജി, മൈക്രോബയോളജി, ടെക്നോ സയൻസുകൾ, ഇതിന്റെ എല്ലാം മുമ്പിൽ നിന്നുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് പറയാൻ ഒരു കേവലമായ ഖുർആൻ പരിഭാഷ വെച്ചുകൊണ്ടോ കേവലമായി ലഭ്യമായ ഹദീസുകളുടെ ട്രാൻസ്ലേഷൻ വെച്ചുകൊണ്ടോ സാധ്യമല്ല. ദിഷണാശാലികളായ കർമ്മശാസ്ത്ര വിശാരദന്മാർ കാലങ്ങൾക്ക് മുമ്പ് അടയാളപ്പെടുത്തിയിട്ടുള്ള നിയമ പുസ്തകത്തിൽ നിന്നല്ലാതെ ആധുനിക മനുഷ്യന്റെ വിഷയങ്ങൾക്ക് പരിഹാരം പറയാൻ സാധ്യമല്ല. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എൻ്റെ അനുവാചകരെ, ദീർഘമായി ഈ വിഷയത്തിലേക്ക് കടന്നു പോകാൻ നമുക്ക് സമയമില്ല. ഏതായാലും ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു മഹാനവറുകളെ കുറിച്ച് പറയുകയാണ്. നഈം ബിൻ ഹമ്മാദ് അൽ ഖുസാഇ റളിയല്ലാഹു അൻഹു പറയുന്നു, മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി ഫഖീഹു ഹാദിഹിൽ ഉമ്മ. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഈ സമുദായത്തിലെ കർമ്മശാസ്ത്ര ഉന്നത സ്ഥാനികളായ പണ്ഡിതരിൽ ഒരാളാണ്. ഇവിടെ ഒരു കാര്യം നാം മറന്നു പോകരുത്. ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹുവിനെ ശാഫിഈ പണ്ഡിതന്മാരുടെ ഗണത്തിൽ എണ്ണുമ്പോ തബഖാത്തു ശാഫിയ്യത്തുൽ കുബ്രയിൽ എണ്ണുന്ന സമയത്ത് രണ്ടാം തട്ടിലുള്ള കർമ്മശാസ്ത്ര ശാഫിഈ പണ്ഡിതന്മാരുടെ ഗണത്തിലാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ എണ്ണിയിട്ടുള്ളത്. അപ്പോഴാണ് നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, അവിടുത്തെ ശിഷ്യനായിരുന്ന മുസനി ഇമാം റളിയല്ലാഹു അൻഹു, അതുപോലെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ പദവിയും യോഗ്യതയും എല്ലാം നമുക്ക് ബോധ്യമാവുക. ആ ഉന്നത സ്ഥാനികളായ പണ്ഡിതന്മാരുടെ തൊട്ടടുത്ത പദവിയിലാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ എണ്ണിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മദ്ഹബിന്റെ ഇമാമുകൾ ലോകത്ത് എത്രമാത്രം വിജ്ഞാനത്തിന് സേവനം ചെയ്യുകയും വിശാലമായ പരിജ്ഞാനം ഉൾക്കൊള്ളുകയും ചെയ്ത ആളുകളാണ്. പക്ഷേ ആനുകാലിക ലോകം അതറിയാതെ പോവുകയാണ്. ബഹുമാനപ്പെട്ടവര് പറയുകയാണ്, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ലാ അഅലമു ശൈഅൻ യുഹ്താജു ഇലൈഹി ഇല്ലാ വഹുവ ഫിൽ കിതാബി വബിസ്സുന്ന. പരിശുദ്ധമായ ഖുർആനിലും സുന്നത്തിലേക്കും നോക്കിയാൽ ലഭ്യമാകാത്ത ഒരു വിഷയങ്ങളും ഇല്ല. അപ്പോൾ ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചു, യുംകിനു മഅരിഫത്തു ദാലിക കുല്ലിഹി, എല്ലാം അങ്ങനെ അതിൽ നിന്ന് കണ്ടെടുക്കാൻ സാധ്യമാണോ? ബഹുമാനപ്പെട്ട ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ചുവട് പിടിച്ച ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു പ്രയാസവും ഇല്ല. അത് കൈകാര്യം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് കണ്ടെടുക്കുന്നതിൽ പ്രയാസമില്ല എന്ന് പറഞ്ഞ് ഖുർആനിന്റെ വ്യാപ്തിയും ഹദീസിന്റെ വിശാലതയും ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്. എന്നിട്ട് മഹാനവറുകൾ കർമ്മശാസ്ത്ര തലത്തിൽ ആ കാലഘട്ടത്തിലെ മുഴുവൻ പണ്ഡിതനോടും തർക്കം അല്ലെങ്കിൽ ആവശ്യമായ ചർച്ചയ്ക്ക് യോഗ്യരായിരുന്നു. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന് റമദാനിൽ സുഖമില്ലാതെയായി. അപ്പോൾ ഒരാൾ കാണാൻ വേണ്ടി വന്നു. ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചു, അല്ല എന്തേ നോമ്പില്ലേ? അപ്പോൾ പറഞ്ഞു, എനിക്ക് നോമ്പെടുക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല, ഞാൻ രോഗിയാണ്. അപ്പോഴാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, കാരണം കിട്ടാനിരുന്നതാണോ നോമ്പൊഴിവാക്കാൻ എന്ന സ്വരത്തിൽ ഒരു ചോദ്യം ചോദിച്ചപ്പോ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പവിത്രമായ ഖുർആനിന്റെ സൂക്തികളെയും വിശുദ്ധമായ ഹദീസിന്റെ ശകലങ്ങളെയും എല്ലാം എടുത്ത് മുമ്പിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള നിവേദനം കൃത്യമായി അങ്ങ് ഉദ്ധരിച്ചു കൊടുത്തു. ഞാൻ വെറുതെയല്ല
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതം നൽകിയ നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ടല്ലാതെ ഞാൻ എൻ്റെ ഒരു നീക്കുപോക്കും നടത്തിയിട്ടില്ല എന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്. എന്നാൽ ഇതേ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ആനുകാലിക മുസ്ലിം വൈജ്ഞാനിക ലോകത്തിന്റെ മുമ്പിൽ ഏതോ ചില ആളുകൾ എന്തോ ചില കാര്യങ്ങൾ ഓർമ്മിക്കുമ്പോഴേക്ക് ഇന്നത്തെ പിള്ളേർക്ക് ഭയങ്കര മെമ്മറിയാ, പണ്ടത്തെ ആളുകൾക്കൊന്നും ഇത്രേ ഓർമ്മയില്ലായിരുന്നു എന്ന് തെറ്റിദ്ധരിച്ചു പോകാറുണ്ട്. എന്നാൽ ഓർമ്മശക്തിയിൽ മുൻഗാമികളുടെ ഏഴയലത്ത് നിൽക്കാൻ പിൻഗാമികൾക്ക് കഴിവില്ല. അത്രയും വലിയ ഓർമ്മശക്തിയുടെ ഉടമകളായിരുന്നു മഹാന്മാരായ മുൻഗാമികൾ. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കർമ്മശാസ്ത്രത്തിൽ മാത്രമല്ല അഖീദയുടെ വിഷയം വരുമ്പോ പവിത്രമായ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശ വഴിയിലൂടെ വിമർശനത്തിന്റെ ചാട്ടുളികളെ മുഴുവനും വിരിമാറു കാണിച്ച് നേരിട്ടിട്ട് എതിരാളികളോട് പവിത്രമായ സുന്നത്ത് ജമാഅത്തിനെ സമർത്ഥിച്ചു കൊടുത്ത മഹാൻ. നമ്മുടെ പണ്ഡിതന്മാരുടെ മുഴുവൻ യോഗ്യത അതാണ്. ഏതു കാലഘട്ടത്തിലും വരുന്ന സുന്നത്ത് ജമാഅത്തിനെതിരെയുള്ള വിമർശനങ്ങളെ നമ്മുടെ പണ്ഡിതന്മാർ നെഞ്ചൂക്കോടെ നേരിട്ടിട്ടുണ്ട്. അവരവിടെ വിമർശനത്തിന്റെ വേദനകൾ പരിഗണിച്ചില്ല. അവർ അള്ളാഹുവിന്റെ പവിത്രമായ ദീനിനു വേണ്ടി നിലകൊള്ളുകയായിരുന്നു. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറയാണ്, ഹിർസുഹു ശദീദു അലാ അദമി തലഖി മിൻ അഹ്ലിൽ ബിദ്അൽ മഅറൂഫീന. ബഹുമാനപ്പെട്ടവർ പറയാണ്, ഈ ലോകോന്നതി നേടിയ മഹാനായ ഇമാം ബുഖാരി തങ്ങൾ ബിദ്അത്തുകാരോട് ഒരു നിലയിലും കണ്ടുമുട്ടാതിരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു. ബിദ്അത്തുകാരോട് വെറുപ്പ് കാണിക്കാതെ ഈ ദീനിനെ നിലനിർത്തി കൊണ്ടുപോകാൻ സാധ്യമല്ല. കതബ്തു അൻ അൽഫി നഫരിൻ മിനൽ ഉലമാഇ വസിയാദ. 1000-ലേറെ ആളുകളോട് ഞാൻ ഹദീസിനെ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇല്ലാ അമ്മൻ ഖാല അൽ ഈമാനു ഖൗലുൻ വഅമലുൻ വലം അക്തുബ് അമ്മൻ ഖാല അൽ ഈമാനു ഖൗലുൻ. കേവലം വാചകമാണ് ഈമാൻ എന്ന് പറയുന്ന ആഗ്നേയവാദികളുടെയും മുഅ്തസിലി ചിന്താഗതിക്കാരുടെയും അങ്ങനെയുള്ള ഒരൊറ്റ ചിന്താഗതിക്കാരുടെയും കയ്യിൽ നിന്നു ഞാൻ ഹദീസ് സ്വീകരിച്ചിട്ടില്ല എന്ന് സാത്വികനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറയുമ്പോ, പ്രിയപ്പെട്ടവരെ, അവരുടെ എല്ലാവരുടെയും ആത്മാവ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി നിലനിന്നതാണ്. എക്കാലത്തെയും നമ്മുടെ പണ്ഡിതന്മാരുടെ ദൗത്യം അഹ്ലുസ് സുന്നക്കെതിരെ വരുന്ന വിമർശനങ്ങളെ മുഴുവനും അതിജയിക്കലാണ്. ഈ കർമ്മശാസ്ത്ര വിശാരദനായിരുന്ന ഇമാം ബുഖാരി തങ്ങൾ വിശ്വാസ ശാസ്ത്രത്തിൽ ആധികാരികമായ പഠനങ്ങൾ സമർപ്പിച്ചു എന്ന് മാത്രമല്ല, ഖൽഖു അഫ്ആലിൽ ഇബാദ് എന്ന പേരിൽ പ്രൗഢമായ രചന തന്നെ ഈ മേഖലയിൽ നിർവഹിച്ചിട്ടുണ്ട്. ഇതെല്ലാമാണെങ്കിലും ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം പഠിക്കുമ്പോൾ മാതൃകയായി പകർത്താനുള്ള ഒരുപാട് പാഠങ്ങൾ നമുക്കുമുണ്ട്. കാരണം കിടക്കുന്നത് എവിടെയാണ്? ചരിത്രങ്ങൾ ഉറങ്ങുന്ന പവിത്രമായ ബുഖാറയുടെ മണ്ണിലേക്ക് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു വിശ്രമിക്കുമ്പോ, പ്രിയപ്പെട്ട മോമിനീങ്ങളെ, ഇന്നലകളിൽ ഇസ്ലാമിന്റെ പവിത്രമായ പാഠങ്ങളേറ്റ് ആനുകാലികതയുടെ മനതലങ്ങളിലേക്ക് ആദർശത്തിന്റെ അഗ്നിശിലകളെ അടയാളപ്പെടുത്താനുള്ള വരിഷ്ഠരും ശ്രേഷ്ഠരുമായ പണ്ഡിതന്മാർ, ആ മഹാന്മാരായ സ്വഹാബത്തിന്റെ വഴിയിൽ കടന്നു വന്ന ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കിടക്കുന്ന ബുഖാറയിലാണ് ഖുസമ ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശ്രമിക്കുന്നത്. കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു വിശ്രമിക്കുന്നത്. സ്വഹാബത്തിന്റെ നടവഴികളിലൂടെ കൃത്യമായ കാൽപാദമർത്തിയിട്ട് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഇറങ്ങി തിരിച്ച ഇമാം ബുഖാരി വിജ്ഞാനത്തിന്റെ ഉന്നത ശ്രേണികൾ കീഴടക്കുമ്പോഴും ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന് വിനയഭാവമല്ലാതെ ഉഗ്രഭാവമുണ്ടായിരുന്നില്ല. കാരണം വിജ്ഞാനമുള്ള ആളുകൾ ആരാണ്? മൻ തവാളഅ റഫഅഹുല്ലാഹ് വമാ തവാളഅ അഹദുൻ ഇല്ലാ റഫഅഹുല്ലാഹ്. താഴ്മ കാണിക്കുന്നവർക്കാണ് അല്ലാഹു തആല എപ്പോഴും ഉന്നതി നൽകുക. ഞാൻ വലിയ പണക്കാരനാണെന്ന ഗമയല്ല, ഞാൻ വളരെ വിജ്ഞാനിയാണെന്ന ഗർവല്ല, ഞാൻ നല്ല കുടുംബക്കാരനാണെന്ന അഭിമാനമല്ല, മറിച്ച് വിനയത്തോടെ മുന്നോട്ട് പോകുമ്പോഴാണ് അല്ലാഹു തആല ഉന്നതങ്ങൾ നൽകുക. അല്ലിൽ മുഹറബുൽ ലിൽ ഫതൽ മുതഅലി കസൈലി ഹർബുൽ ലിൽ മകാനിൽ ആലി. ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി എഴുതിയില്ലേ, അൽ ഇൽമു ഹർബുൽ ലിൽ ഫതൽ മുതഅലി.
മേൽക്കോയ്മ അവകാശപ്പെടുന്ന അല്ലെങ്കിൽ അഹംഭാവമുള്ളവന് അവനോട് വിജ്ഞാനം സമരത്തിലാണ്. കസൈലി ഹർബുൻ ലിൽ മകാനിൽ ആലീം. വെള്ളം മലയുടെ മേലോട്ടൊലിക്കാത്തതുപോലെ ഗമ കാണിക്കുന്നവന്റെ മനസ്സിലേക്ക് ഇൽമ വരികയില്ല എന്ന് ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം തങ്ങൾ കവിതയുദ്ധരിക്കുമ്പോ മുതഅല്ലിമീങ്ങളെ അതുപോലെ ഇമാമീങ്ങൾ മുഴുവനും പറഞ്ഞു തരുന്ന മറ്റൊരു കാര്യമുണ്ട്. നല്ല സുഖലോലുപമായ ജീവിതത്തിന്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്നതല്ല ഇൽമ്. അധ്വാനിച്ച് കഷ്ടപ്പെട്ട് യാതന സഹിക്കാതെ നമ്മുടെ ജീവിതത്തിന്റെ മുഴുവനും കൊടുക്കാതെ വിജ്ഞാനത്തിന്റെ അല്പം നമുക്ക് ലഭിക്കുകയില്ല. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സമ്പന്ന കുടുംബത്തിലായിരുന്നു. പക്ഷേ കച്ചവടം ഏറ്റെടുത്ത് വളർത്താൻ ഉദ്ദേശിച്ച ആളല്ല. എനിക്ക് വേണ്ടത് റസൂലുള്ളാഹിന്റെ ഹദീസിന്റെ സേവനമാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ആ വഴിയിലങ്ങ് സഞ്ചരിക്കുകയാണ്. അവസാനം അസ്കലാൻ എന്ന പ്രദേശത്തു നിന്ന് ഇമാം ബുഖാരി തങ്ങൾക്ക് ഹദീസ് പഠിപ്പിച്ചു കൊടുത്ത ഉസ്താദിനെ കാണാൻ ഇറങ്ങി. വഴിയിൽ ചെന്നപ്പോ എല്ലാ ക്യാഷും തീർന്നുപോയി. ഇമാം ബുഖാരി തങ്ങൾ പറയാണ്, നമ്മൾ അബൂ ഹുറൈറ തങ്ങളെ കുറിച്ച് വായിച്ചില്ലേ, വിശപ്പ് സഹിക്കവയ്യ എന്നിട്ട് പച്ച പുല്ല് പറിച്ച് കഴിച്ചുകൊണ്ടാണ് അള്ളാഹുവിന്റെ ദീനിന്റെ ഇൽമ സംരക്ഷിക്കാൻ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു നടന്നത്. വേണമെങ്കിൽ വാപ്പാന്റെ കച്ചവടം ഏറ്റെടുത്ത് വലിയൊരു മുതലാളിയായി മാറാമായിരുന്നു. മാത്രമല്ല, അനന്തരമായി കിട്ടിയ കച്ചവട വ്യവസ്ഥിതിയിൽ നിന്ന് മാസം തോറും കിട്ടുന്ന വരുമാനമുണ്ട്. അത് മുഴുവനും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചിട്ട് അതോടൊപ്പം ഇൽമിന് സേവനം ചെയ്ത മഹാനാണ് ഇമാം ബുഖാരി. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും, പടച്ചോനെ ഞങ്ങൾ 2-3 ദിവസമായിട്ട് ഇമാമിങ്ങളെ കേൾക്കുന്നുണ്ട്, ഞങ്ങൾക്ക് പ്രായമൊക്കെ ഏറെയായി പോയി, ഇനി പഠിച്ചൊരു ആലിമാകാൻ പറ്റൂല, ഒരു മുതഅല്ലിമായി വളരാൻ പരിമിതിയുണ്ട്. എന്നാൽ ഇവിടെ വെച്ച് തീരുമാനിക്കണേ, എൻ്റെ മകനോ എൻ്റെ മകൻ്റെ മകനോ ഒരാളെങ്കിലും അള്ളാഹുവിൻ്റെ ഇൽമിൻ്റെ വഴിയിലേക്ക് പോയി അവൻ ആലിമായി വളർന്നു വരണമെന്ന് ആശ വച്ചിട്ട് വേണ്ടതു ചെയ്യാൻ ഈ റമദാൻ ക്ലാസ്സിൽ നിന്ന് എൻ്റെ രക്ഷിതാക്കള് സന്ദേശമേറ്റെടുക്കണേ. കാരണം ഇൽമിനോട് സമാനമായി ഒന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ, അൽ ഉലമാഉ വറസത്തുൽ അംബിയാഇ ലം യുവരിസു ദീനാറൻ വലാ ദിർഹമൻ ബൽ വറസുൽ ഇൽമ. അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ അനന്തരാവകാശികളാണ് പണ്ഡിതന്മാർ. അവർ കോടികൾ പിന്നാമ്പുറത്ത് വെച്ചിട്ട് പോയവരല്ല, അവർ ഇൽമിനെയാണ് അനന്തരമായി വെച്ചത്. ആ ഇൽമു കൂടുന്തോറും വിനയഭാവത്തിലേക്കാണ് അവർ വരുന്നത്. കാണാം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു വീട്ടിൽ ഇരിക്കുമ്പോ വേലക്കാരിയായ പെണ്ണ് മുറ്റത്തുകൂടെ അടിമപ്പെണ്ണ് ചാടിയോടി വീണു പോവുകയാണ്. ചാടിപ്പോകുന്നതിന്റെ ഇടയിൽ തെന്നിയങ്ങ് വീണപ്പോ ഇമാം ബുഖാരി തങ്ങൾ ചോദിച്ചു, പെണ്ണേ ഒന്ന് നോക്കിയും ശ്രദ്ധിച്ചൊക്കെ നടന്നുകൂടെ? ഇമാം ബുഖാരി തങ്ങളോട് അടിമപ്പെണ്ണ് പറഞ്ഞു, അത് ഞങ്ങൾക്ക് ഓടാനും ചാടാനും ഒക്കെ സ്ഥലം എവിടെയാണ്, ഞങ്ങൾ അടിമകളല്ലേ. ഇമാം ബുഖാരി തങ്ങളുടെ മനസ്സിലേക്ക് അങ്ങ് തറച്ചിട്ട് ഉടനെ പറയുന്നു, അന്തി ഹുറുൽ ലിവജ്ഹില്ലാ, നിന്നെ ഞാൻ അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ഒഴിവാക്കിയിരിക്കുന്നു, നീ സ്വതന്ത്രമായി നടന്നോ പെണ്ണേ. ഈമാനുള്ളവരുടെ മനസ്സിലെങ്ങനെയാണ്, ചെറിയൊരു നോട് വന്നു പോയാൽ, ഒരു ഉണർത്തൽ വന്നു പോയാൽ അവരാത്മീയതയുടെ വഴിയിലേക്ക്, കാരുണ്യത്തിന്റെ വഴിയിലേക്ക് നീങ്ങുന്നവരാണ്. അങ്ങനെയുള്ള ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ആരാണ്? ഒരുപാട് ആളുകൾ കൂടെ എഴുതാനുണ്ട്. മുതഅല്ലിമുകളെ, നമുക്ക് പഠിക്കാൻ ഒരുപാട് മാതൃകകളാണ് ഇവിടെ. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾ കൂടെ നടന്നിട്ട് ഹദീസ് പകർത്തുന്ന ഒരുപാട് ആളുകൾ, വറാഖ് റളിയല്ലാഹു അൻഹു അതിൽ ഒരാളാണ്. അങ്ങനെയുള്ള മഹാനവറുകളെ പോലെയുള്ള ആളുകൾ കൂടെ നടന്നിട്ട് ഹദീസ് പകർത്തുമ്പോഴും ഇമാം ബുഖാരി തങ്ങൾ രാത്രി ഉറങ്ങാൻ കിടന്നാൽ 10-20 തവണയൊക്കെ എഴുന്നേൽക്കും. എഴുന്നേറ്റിട്ട് ഓരോ ഹദീസ് ഇങ്ങനെ ലബത്താക്കി വെക്കാറുണ്ട്. അപ്പൊ ഞങ്ങളെ വിളിക്കാറില്ല. അപ്പോൾ കിടക്കുന്ന സമയത്തും അവരുടെ മനസ്സ് മുഴുവനും ഇൽമു കൊണ്ട് ജോലിയാണ്. അതല്ലേ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു
അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ വീട്ടിൽ വന്നിട്ട് രാത്രി കിടക്കുമ്പോഴാണ് വത്തീനി സൂറത്തിൽ നിന്ന് നൂറുകണക്കിന് മസ്അലകൾ കണ്ടെടുത്ത് ക്രോഡീകരിച്ചതെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? കാരണം അവരുടെ ഉറക്കം നമ്മെപ്പോലെ അശ്രദ്ധമായ ഉറക്കമല്ല, ഈ ലോകത്തെ ഉണർത്താനുള്ള വിജ്ഞാനത്തിന് വേണ്ടിയുള്ള പാകപ്പെടലുകളാണ്. അതാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കിടന്നാൽ പെട്ടെന്ന് എഴുന്നേറ്റ് 20 തവണയൊക്കെ ഒരു രാത്രിയിൽ എഴുന്നേറ്റിട്ടുണ്ട്. എഴുന്നേറ്റിട്ടിരുന്ന് ഹദീസ് അടയാളപ്പെടുത്തി വെക്കുന്നു ഇമാമുൽ ബുഖാരി. പക്ഷേ നമുക്കതൊന്നും അന്യമായ ലോകമാണ്, നമുക്കതിനെ കുറിച്ചൊന്നും അറിയില്ല. എന്നാൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ആരാണെന്നോ, അവിടുത്തെ വിജ്ഞാനം ലോകം മുഴുവനും അംഗീകരിച്ച നേതാവാണ്. ഇന്നിങ്ങനെ വരുമ്പോ എവിടുന്ന് എങ്ങോട്ട് പറയാനാണ്? യഥാർത്ഥത്തിൽ ഞാനൊരു പരിഭ്രമിച്ച അന്വേഷകനാണ്. അതുകൊണ്ട് അവിടുന്ന് ഇവിടുന്നൊക്കെയുള്ള ശകലങ്ങൾ പറയാനേ എനിക്ക് കഴിയൂ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, പറയുന്നതെല്ലാം ഇമാം ബുഖാരി തങ്ങളുടെ സ്തുതികളാണ്. വരട്ടെ, ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദുമാര് പറയാണ്, ومما يدل على نبوغه المبكر أن شيخه محمد بن سلام البيكندي كان يقول كلما دخل علي محمد بن إسماعيل تحيرت ولا أزال خائفا منه. ബഹുമാനപ്പെട്ടവരുടെ ഉസ്താദ് പറയാണ്, എപ്പോഴും എൻ്റെ അടുക്കലേക്ക് മുഹമ്മദ് ബിൻ ഇസ്മായിൽ എന്ന കുട്ടി വന്നാലും എനിക്ക് പേടിയാണ്. കാരണം അവിടുത്തെ ഹദറത്തിൽ വെച്ചുകൊണ്ട് ഹദീദിന്റെ പരമ്പര മറ്റോ വായിക്കുമ്പോൾ മാറിപ്പോകുമോ എന്ന് ശിഷ്യൻ വരുന്ന സമയത്ത് ഉസ്താദിന് പേടിയാണ്. അത്രയും വലിയ ജ്ഞാനിയായിരുന്നു ഇമാം ബുഖാരി. സുലൈം ബിൻ മുജാഹിദ് എന്നവർ പറയാണ്, കുന്തു ഇൻദ മുഹമ്മദ് ബിൻ സലാം ഖാല ലീ ലൗ ജിഅത, അല്ലയോ പ്രിയപ്പെട്ട മോനെ, നിങ്ങൾ അല്പം സമയം മുമ്പ് വന്നിരുന്നെങ്കിൽ ലറഅയ്ത സബിയൻ യഹ്ഫദു 70,000 ഹദീസിൻ, 70,000 ഹദീസ് മനപ്പാടമാക്കിയ കുട്ടിയെ കാണാമായിരുന്നു എന്ന് മുഹമ്മദ് ബിൻ സലാം എന്നവർ പറയുന്നത് കുട്ടിയായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചായിരുന്നു. ബുഖാരി ഇമാം തങ്ങളുടെ ഉസ്താദുമാര് ഹദീസിന്റെ ഗ്രന്ഥം എഴുതിയാൽ ആ ഗ്രന്ഥം കൊണ്ടുപോയി ശിഷ്യനായ ബുഖാരി ഇമാം തങ്ങളുടെ അടുക്കൽ കൊടുക്കുന്നു. കൊടുത്തിട്ട് പറയാണ്, ഇതിലെവിടെങ്കിലും സനദ് വീണുപോയോ, ഇവിടെ എവിടെങ്കിലും പരമ്പര വിട്ടുപോയോ, ഹദീസിന്റെ വാചകങ്ങൾ മാറിപ്പോയോ, അതൊന്ന് പരിശോധിക്കണേ എന്ന് പറഞ്ഞിട്ട് ഉസ്താദുമാർ അവലംബമായി സ്വീകരിച്ച ശിഷ്യനായിരുന്നു ഇമാം ബുഖാരി. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയാണ്, ആരാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു? ബഹുമാനപ്പെട്ടവർ നൈസാബൂർ എന്ന പ്രദേശത്തേക്ക് വരുന്ന സമയത്ത് അവിടെയുള്ള ആളുകൾ മുഴുവനും അഭിമാനത്തോടെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഹാഷിദ് ബിൻ ഇസ്മായിൽ കുന്തു ബിൽ ബസറതി ഫസമഅതു ബിഖുദൂമി മുഹമ്മദ് ബിൻ ഇസ്മായിൽ ഫലമ്മാ ഖദിമ ഖാല മുഹമ്മദ് ബിൻ ബഷാരിൻ, അതാ മുഹമ്മദ് ബിൻ ബഷാർ എന്നവർ പറയാണ്, ബസറയിലേക്ക് ഇമാം ബുഖാരി തങ്ങൾ വരുമ്പോ ഖദിമൽ യൗമ സയ്യിദുൽ ഫുഖഹാ, സയ്യിദുൽ ഫുഖഹാ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ നേതാവ് ഇതാ ഞങ്ങളിലേക്ക് വരികയാണ് എന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ബഷാർ തങ്ങൾ പറയുന്നു. എല്ലാവരെയും വായിക്കാനുള്ള സമയമില്ല. ബഹുമാനപ്പെട്ട ഖുതൈബത്ത് ബിൻ സഈദ് റളിയല്ലാഹു അൻഹു പറയാണ്, ജാലസ്തുൽ ഫുഖഹാ വസ്സുഖാദ വൽഉബാദ ഫമാ റഅയ്തു മുൻദു അഖൽതു മിസ്ല മുഹമ്മദ് ബിൻ ഇസ്മാഈൽ വഹുവ ഫീ സമാനി കഉമർ ഫി സ്വഹാബ. ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഇസ്മായിൽ തങ്ങളെ കുറിച്ച് പറഞ്ഞാൽ, അഥവാ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾ, ഞാൻ ഒരുപാട് പണ്ഡിതന്മാരുടെ കൂടെ ജീവിച്ചിട്ടുണ്ട്, ഒരുപാട് പരിത്യാഗികളുടെ കൂടെ ജീവിച്ചിട്ടുണ്ട്, ഒരുപാട് ആബിദീങ്ങളായ ആളുകളുടെ കൂടെ ജീവിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരാളെയും കണ്ടിട്ടില്ല മിസ്ല മുഹമ്മദ് ബിൻ ഇസ്മായിൽ, മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരിയെ പോലെ ഒരാളെയും എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. വഹുവ ഫീ സമനിഹി, ബഹുമാനപ്പെട്ട ബുഖാരി ഇമാം തങ്ങൾ മഹാനവറുകളുടെ കാലത്ത് കഉമർ ഫി സ്വഹാബ, സ്വഹാബാക്കളുടെ ഇടയിൽ ഉമർ ബിൻ അൽ ഖത്താബ് തങ്ങൾ എവിടെയായിരുന്നോ അതുപോലെയാണ് കിസ്റ വിറയ്ക്കും കൈസറും ഞെട്ടുന്നതാ. ശൈത്താൻ ഒരു വഴിയിലൂടെ വന്നാൽ ഇദാ സലക ഉമർ ഫീ തരീഖിൻ സലക ശൈത്താനു ഫീ തരീഖിൻ ആഖറ, ഒരു വഴിയിലേക്ക് ഉമർ ബിൻ ഖത്താബ് തങ്ങൾ വന്നാൽ ആ വഴിയിലൂടെ പിശാച് സഞ്ചരിക്കില്ല. അതുപോലെ ഇമാം ബുഖാരി തങ്ങൾ ഒരു വഴിയിൽ വന്നാൽ ഒരു വ്യാജ ഹദീസിന്റെ ആളും ആ വഴിക്ക് വരില്ല. മുഴുവൻ വിദണ്ഡവാദികൾ
ബുഖാരികളെയും പ്രമാണം കൊണ്ട് കുളിപ്പിച്ചു കിടത്തിയ മഹാനാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. ഈ സമുദായത്തിന് ഇമാം ബുഖാരിയോടുള്ള കടപ്പാട് ചെറുതല്ല. പക്ഷേ നമ്മളെ മഹാന്മാരുടെ പദവി അറിയുന്നില്ല. അതാ എഴുതുന്നത് കണ്ടില്ലേ, വകാന അബൂബക്കർ ഇബ്നു അബീ ശൈബ യുസമ്മീഹിൽ ബാസിൽ. അബൂബക്കർ ഇബ്നു അബീ ശൈബ പറയുകയാണ്, ഞാൻ ഈ മുഹമ്മദ് ബിൻ ഇസ്മായിൽ കാണുന്നത് അൽ ബാസിൽ അയ്യൽ കാമിൽ, സമ്പൂർണനായ മനുഷ്യനാണ്. ഒരു ന്യൂനതയും ഇമാം ബുഖാരിക്ക് പറയാനില്ല. ഹുസൈൻ ഇബ്നു ഹുറൈസ് റളിയല്ലാഹു അൻഹു പറയാണ്, ലാ അഅലമു അന്നി റഅയ്തു മിസ്ല മുഹമ്മദ് ബിൻ ഇസ്മായിൽ കഅന്നഹു ലം യുഖ്ലഖ ഇല്ലാ ലിൽ ഹദീസ്. ഇമാം ബുഖാരി തങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ ഹദീസിന് വേണ്ടി മാത്രം അല്ലാഹ് പടച്ചതുപോലെയുണ്ട്, വേറൊന്നിനും വേണ്ടിയല്ല. ഹദീസിന് വേണ്ടി മാത്രം ജനിച്ചിട്ടുള്ള നേതാവാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. അറിയുമോ കൂട്ടുകാരെ, അത് വെറുതെ കിട്ടിയതല്ല. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ഒരു ഹദീസിന്റെ വിഷയം അങ്ങ് പറഞ്ഞാൽ അതിന്റെ പരമ്പരയിലെ ഓരോ വ്യക്തിയുടെയും ഹിസ്റ്ററി വേണമോ പറയും, അതിൽ പറഞ്ഞ സ്ഥലങ്ങൾ വേണോ അത് മുഴുവനും പറയും. അങ്ങനെ ഓരോന്നിനെ കുറിച്ചും ഓരോരുത്തരെ കുറിച്ചും ആധികാരികവും ആത്യന്തികവുമായ ബോധമുള്ളത് കൊണ്ടാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ ലോകം അംഗീകരിച്ചത്. അതിനൊരു ഉദാഹരണം പറയാം. അബൂബക്കർ മദീനി റളിയല്ലാഹു അൻഹു പറയാണ്, കുന്നാ യൗമൻ ബിനൈസാബൂർ, ഞങ്ങൾ ഒരിക്കൽ നൈസാബൂർ എന്ന പ്രദേശത്തായിരുന്നു. ഇസ്ഹാഖ് ബിൻ റാഹവൈഹി ഉണ്ട്, മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി തങ്ങളുമുണ്ട്. ഫമറ ഇസ്ഹാഖ് ബിഹദീസിൻ മിൻ ഹദീസിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ഹാഖ് ബിൻ റാഹവൈഹി ഒരു ഹദീസ് ഓതി. ആ ഹദീസ് ഓതുന്ന സമയത്ത് പറഞ്ഞു, സാഹിബുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാഉൽ കൈഖാറാനി. അതാഉൽ കൈഖാറാനി എന്ന ആളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അപ്പൊ ഇസ്ഹാഖ് ബിൻ റാഹവൈഹി ചോദിച്ചു, യാ അബാ അബ്ദില്ലാ, ഓ മുഹമ്മദ് ബിൻ ഇസ്മായിലെ, അബൂ അബ്ദില്ല എന്ന് വിളിക്കുന്ന പേരാണ്. ഓ മുഹമ്മദ് ബിൻ ഇസ്മായിലെ, എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമാം ബുഖാരി തങ്ങൾക്ക് ഡിക്ഷണറി എടുക്കേണ്ടതില്ല, കിതാബ് മറിക്കേണ്ടതില്ല, ഒറ്റ അടിക്കങ്ങ് പറയുന്നു, ഖറിയത്തും ബിൽ യമൻ, അത് യമനിലുള്ള ഒരു ഗ്രാമമാണ്. കാന മുആവിയത്തു ബിൻ അബീ സുഫിയാൻ ബഅസ ഹാദ الرجل من اصحاب النبي الى اليمن. മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിൽ നിന്ന് നിങ്ങൾ വായിച്ച നിവേദകനെ അതാ എന്ന് പറയുന്നയാളെ യമനിലേക്ക് നിയോഗിച്ചതാണ്. ഫസമിഅ മിൻഹു അതാഉൻ ഹദീസൈനി. അതാ എന്നവർ അദ്ദേഹത്തിൽ നിന്ന് 2 ഹദീസുകൾ കേട്ടിട്ടുണ്ട്. ഫഖാല ലഹു ഇസ്ഹാഖ് യാ അബാ അബ്ദില്ലാ കഅന്നക ഖദ് ശഹിദൽ ഖൗമ. ഹദീസ് ഇങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നിവേദനത്തിൽ വന്ന ഒരാളുടെ പ്രയോഗം. അതെന്താണെന്നറിയുമോ? മുഹമ്മദ് ഇബ്നു ഇസ്മായിൽ. അപ്പൊ ഇമാം ബുഖാരി തങ്ങൾക്ക് റഫറൻസ് ഒന്നും വേണ്ട. വിദ്യാർത്ഥികളെ, കമ്പ്യൂട്ടർ ഇല്ല, ടെക്നോളജി ഇല്ല, ഇന്റർനെറ്റ് ഇല്ല, സംവിധാനങ്ങളില്ല. ഉടനെ ഇമാം ബുഖാരി തങ്ങൾ പറയാണ്, അപ്പറഞ്ഞത് യമനിലെ ഒരു ഗ്രാമമാണ്, അവിടേക്ക് മുആവിയ റളിയല്ലാഹു അൻഹു ഒരാളെ വിട്ടിട്ടുണ്ട്. മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹം 2 ഹദീസ് കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഇന്ന കാലത്ത് അവിടെ പോയ ആളാണ്. കൃത്യമായി അങ്ങ് പറഞ്ഞു കൊടുത്തപ്പോൾ ഇസ്ഹാഖ് ബിൻ റാഹവൈഹി എന്ന ഹദീസ് ലോകത്തെ ചക്രവർത്തിമാരിൽ ഒരാൾ പറയാണ്, അല്ല പ്രിയപ്പെട്ട മുഹമ്മദ് ബിൻ ഇസ്മായിൽ, നിങ്ങൾ അന്ന് കൂടെ ഉണ്ടായിരുന്നത് പോലെയുണ്ടല്ലോ, നിങ്ങൾ അന്ന് കൂടെ ഉണ്ടായിരുന്നത് പോലുണ്ടല്ലോ. മറ്റൊരിക്കലുള്ള സംഭവം പറയുന്നുണ്ട്. കുറെ ആളുകൾ കൂടിയിട്ട് ബുഖാരി ഇമാം തങ്ങളോട് ഹദീസ് ചോദിക്കാൻ വന്നു. ഹദീസ് ചോദിക്കാൻ വന്നപ്പോൾ ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹു ചറപറ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ അവിടെ ഇരിക്കുന്നവർ പറയാണ്, ഇത് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുന്ന ലാഘവത്തിലാണല്ലോ ഈ ഹദീസിന്റെ സനദും മത്തിനുമെല്ലാം പറയുന്നത്, ഇതെവിടുന്ന് കിട്ടിയതാണ് ബുഖാരി? പ്രിയപ്പെട്ട മോമിനീങ്ങളെ, ആധുനിക ബിദ്ഈ കക്ഷികൾ, സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ, ഞങ്ങൾ ഖുർആന്റെ സുന്നത്തിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞിറങ്ങുന്നവർക്ക് ഇമാം ബുഖാരി നടന്ന വഴിയിലെ അവിടുത്തെ കാല് പതിഞ്ഞ തറയിലെ മണ്ണെടുക്കാൻ അർഹതയില്ല. ആ ഇമാം ബുഖാരി തങ്ങളുടെ വഴിയിൽ പോകുന്നവരാരാണ്? സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളാണ്. കാരണം മഹാന്മാരുടെ വഴിയിലൂടെ അള്ളാഹുവിന്റെ ദീന് പഠിച്ചിട്ട് അവരുടെ വഴിയിൽ സേവനം ചെയ്യാനിറങ്ങിയവരാണ് നമ്മുടെ ആലിമീങ്ങൾ. അതുകൊണ്ട് നാം ബിദ്ഈ കക്ഷികൾ, ഞങ്ങൾ ഖുർആൻ നോക്കിയിട്ടാണ്, ഹദീസ് നോക്കിയിട്ടാണ്,
ഇതാ മിനിഞ്ഞാന്ന് ഒരാൾ വിളിക്കുന്നു, നമ്മുടെ നാട്ടിൽ നിന്നൊരു പ്രവർത്തകൻ കൂടെ നിന്നിട്ട് വിളിക്കുകയാണ്, ഉസ്താദെ എൻ്റെ അടുക്കലൊരു മുജാഹിദുകാരൻ വന്നിരിക്കുന്നു, തറാവീഹ് 20 റക്അത്താണെന്ന് ഒരൊറ്റ ഹദീസിൽ ഇല്ല എന്ന് പറയുന്നുണ്ട്, തറാവീഹ് 8 റക്അത്താണെന്നൊരു ഹദീസിൽ ഉണ്ടെന്നും പറയുന്നുണ്ട്, അതുകൊണ്ട് എന്താണ് പരിഹാരം? അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മുടെ പ്രവർത്തകരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ബഹുമാനപ്പെട്ട ആലിമീങ്ങൾ ഇവിടെ ഒരുപാട് അധ്വാനം നടത്തുന്നുണ്ട്, പക്ഷേ നമ്മൾ പഠിക്കാൻ തയ്യാറാകുന്നില്ല. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് മുതൽ ഇങ്ങോട്ടുള്ള നമ്മുടെ ആലിമീങ്ങളെല്ലാം സുന്നത്തുമായിട്ട് പഠിപ്പിക്കാൻ ഒരുപാട് വേദികൾ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ പ്രമാണങ്ങൾ പഠിക്കുന്നതിലും ഓർത്തുവെക്കുന്നതിലും നമ്മുടെ പ്രവർത്തകർ കൂടുതൽ മുന്നോട്ട് വരേണ്ടതുണ്ട്. കാരണം എന്തേ? ഈ കൊല്ലം പറഞ്ഞ ഹദീസ് തന്നെയാണ് എത്രയോ കൊല്ലം കൊണ്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കുകയും അതിൻ്റെ കൃത്യമായ മറുപടിയും എവിടെയും നമ്മൾ കണ്ടുവെക്കുന്നില്ല, അല്ലെങ്കിൽ ഓർത്തു വെക്കുന്നതിൽ നമ്മൾ അശ്രദ്ധരാണ്. പച്ചക്കള്ളം ഹദീസുകളുടെ മേൽ വായിച്ചു പഠിച്ചിട്ട് അവരിങ്ങനെ കൊണ്ടാടുകയാണ്. സത്യത്തിൻ്റെ വക്താക്കളായ നമ്മൾ പ്രമാണങ്ങൾ കൂടുതൽ മനസ്സിലാക്കേണ്ട കാലമാണ്. അപ്പൊ അദ്ദേഹത്തിനോട് ഫോണിൽ എന്ത് പറയാനാണ്? പ്രത്യേകിച്ചും ഒരു കാര്യം, ബിദ്അത്തുകാരായ ആളുകൾ അവർ കേട്ടിട്ട് നന്നാവാൻ വരുന്നതല്ല, എല്ലാ മുസ്ലിയാരുടെയും തോളെ കയറാൻ വരുന്നവരാണ്. അപ്പം നമ്മുടെ വയസ്സുകളേതല്ലേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് കൂടുതലും അവരോട് സംസാരിക്കുന്നതിൽ നമുക്ക് സൂക്ഷ്മത വേണ്ടതാണ്. കാരണം എന്താ? ഒരു മുജാഹിദുകാരൻ സുന്നത്ത് ജമാഅത്തിന്റെ പ്രസംഗം കേൾക്കുന്നത് ആ മുസ്ലിയാർ പറയുന്നത് മറുപടിയാണോ എന്നറിയട്ടെ എന്ന് വിചാരിച്ചല്ല, മറിച്ചോ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഹദീസ് മാറൂല എന്ന് വിചാരിച്ചിട്ടാണ് കേൾക്കുന്നത്. സീല് വെക്കപ്പെട്ടു പോയ ഹൃദയത്തിന്റെ ഉടമകളാണ്. ആവശ്യമില്ലാത്ത വിവാദങ്ങളോടെ പ്രമാണങ്ങളുടെ തലയിൽ കയറുമ്പോ നമ്മൾ ഇമാമീങ്ങളെ മനസ്സിലാക്കണം. നമ്മുടെ ഇമാമായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിയുടെ രചയിതാവാണ്. പക്ഷേ സ്വഹീഹുൽ ബുഖാരിയിൽ പോലും മതത്തിന്റെ മസ്അലകൾ പറയാൻ കൊണ്ടുവന്ന വാചകങ്ങൾ ഇമാമുന ശാഫിഈയുടേതാണ്. ഷാഫി ഇമാം തങ്ങളുടെ മസ്അല പറയാനാണ് സ്വഹീഹുൽ ബുഖാരിയുടെ പല തലവാചകങ്ങളും ഉപയോഗിച്ചിട്ടുള്ളത്. ഷാഫി ഇമാം തങ്ങൾ പറഞ്ഞതിനെ അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹ്, ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രാമാണികമായ സ്വഹീഹുൽ ബുഖാരിയിൽ അതിൻ്റെ ബഹുമാനപ്പെട്ട ബുഖാരി ഇമാമിന്റെ കർമ്മശാസ്ത്രം ഫി തറാജുമിഹി മഹാനവറുകളുടെ ടൈറ്റിലിങ്ങിലാണ്. അപ്പോൾ ആ ടൈറ്റിലിൽ തന്നെ ഷാഫിഈ മദ്ഹബിന്റെ മസ്അലകൾ അടയാളപ്പെടുത്തി വെച്ച ഇമാം ബുഖാരി തങ്ങൾക്ക് ഷാഫിഈ ഇമാമിനെ അറിയാം. അതുകൊണ്ടാണ് ഷാഫിഈ ഇമാമിന്റെ മദ്ഹബിനെ പിൻപറ്റിയത്. ഇന്ന് മുജാഹിദുകളും ജമാഅത്തുകാരും ഒക്കെ ബുഖാരി ഇമാമിന്റെ ഒരു ഹദീസ് എടുത്തിട്ട് പറയും ഷാഫിഈ ഇമാമിനെ പിൻപറ്റിക്കൂടാന്ന്. അത് ബുഖാരി ഇമാമിനോടുള്ള വിരോധമാണ്. കാരണം ബുഖാരി ഇമാം അത് ഇഷ്ടപ്പെടുന്നില്ല. ഇതെങ്കിലും നമ്മൾ പഠിച്ചു വെച്ച് സംസാരിക്കണം. ഇമാം ബുഖാരി തങ്ങൾ ഷാഫിഈ മദ്ഹബുകാരനായ പണ്ഡിതനായിരുന്നു. ഒന്നിലേറെ ഗ്രന്ഥങ്ങളിൽ ഇമാം സുബ്കി തങ്ങൾ തബഖാത്തിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റിമാമീങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ വലിയ സ്ഥാനം മനസ്സിലാക്കിയ വിനീതനായ ശിഷ്യന്റെ ശിഷ്യനാണ് ഇമാം ബുഖാരി. അപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ ലോകം മുഴുവനും തിരിച്ചറിയുകയാണ്. മുഹമ്മദ് ബിൻ ഇസ്മായിൽ അഫ്ഖഹു ഇൻദനാ വഅബ്സറു ബിൽ ഹദീസ് മിൻ അഹ്മദ് ബിൻ ഹംബൽ. ഒരിക്കൽ ബഹുമാനപ്പെട്ട ഇമാം സുഹരി പറയുകയാണ്, അബൂബക്കർ സുഹരി പറയുന്നു, മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി തങ്ങൾ അഫ്ഖഹു ഇൻദനാ ബിൽ ഹദീസ്, ഹദീസിൽ നിന്ന് കർമ്മശാസ്ത്രാധിഷ്ഠിതമായ വിവരം ഏറ്റവും കൂടുതലുള്ള ആളാണ്. അഫ്ഖഹു ഇൻദനാ വഅബ്സറു ബിൽ ഹദീസ്, ഹദീസിൽ ഏറ്റവും ഉൾജ്ഞാനമുള്ള ആളും അകർക്കണ്ണുള്ള ആളും കർമ്മശാസ്ത്രത്തിൽ വിവരമുള്ള ആളും മിൻ അഹ്മദ് ബിൻ ഹംബൽ, അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെക്കാൾ. ഫഖാല ലഹു റജുലുൻ മിൻ ജുലസാഇഹി, അപ്പൊ കൂടുള്ള ഒരാൾ പറഞ്ഞു, ജാവസ്തൽ ഹദ്ദ, ബുഖാരി ഇമാമിന്റെ മൗലിദൊക്കെ ഓദിക്കോ, പക്ഷേ അല്പ അതിര് കടന്നു എന്നൊരു സംശയമുണ്ട്. അഹ്മദ് ബിൻ ഹംബലിനേക്കാൾ വലിയ ആളാണെന്ന് നിങ്ങൾ പറഞ്ഞു പോയോ? ഫഖാല ലഹു, അപ്പോൾ അവിടുന്ന് പറഞ്ഞു, ലൗ അദറക്ത മാലികൻ വനളർത ഇലാ വജ്ഹിഹി വവജ്ഹി മുഹമ്മദ് ബിൻ ഇസ്മാഈല ലഖുൽത കിലാഹുമാ വാഹിദുൻ ഫിൽ ഹദീസ് വൽ ഫിഖ്ഹി. നിങ്ങളുടെ മദ്ഹബിന്റെ ഇമാമായിരിക്കും അഹ്മദ് ബിൻ ഹംബൽ അല്ലേ? പക്ഷേ ഞാൻ മാലിക്കി മദ്ഹബുകാരനാണ്. എന്നാ ഞാനും പറയട്ടെ,
ബഹുമാനപ്പെട്ട മാലിക് ഇമാം റളിയല്ലാഹു അൻഹു ഉള്ളപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾ ഉണ്ടാവുകയും വനദർത ഇലാ വജ്ഹിഹി വവജ്ഹി മുഹമ്മദ് ഇബ്നു ഇസ്മായിൽ അൽ ബുഖാരി തങ്ങളുടെ മുഖത്തേക്ക് നോക്കിയാൽ ലഖുൽത കിലാഹുമാ വാഹിദുൻ ബിൽ ഹദീസ് വൽ ഫിഖ്ഹി, രണ്ടുപേരും ഒരേ തലത്തിൽ വരുന്നവരാണ്, ഒരേ മേഖലയിലെ ആളുകളാണ് എന്ന് നിങ്ങൾ പറയുമായിരുന്നു. അത്രയും സാദൃശ്യമുണ്ട് ഇമാം ബുഖാരി തങ്ങളുടെ ദിശണയ്ക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം. വഖാല ഖുതൈബത്ത് ബിൻ സഈദ്, മഹാനവറുകൾ പറയാണ്, ലൗ കാന മുഹമ്മദ് ബിൻ ഇസ്മായിൽ ഫി സ്വഹാബത്തി ലകാന ആയ, ഇമാം ബുഖാരി തങ്ങളെങ്ങാനും സ്വഹാബത്തിന്റെ കൂട്ടത്തിലായിരുന്നെങ്കിൽ ഒരു വലിയ പ്രതിഭാസമായി മാറുമായിരുന്നു. ഇത് പറയുമ്പോൾ നിങ്ങൾ ആരും അത്ഭുതപ്പെടേണ്ട, ഇങ്ങനെയൊക്കെ പ്രയോഗിക്കാൻ പറ്റുമോ എന്ന്. താബിഈങ്ങളിൽപ്പെട്ട 2-3 മഹാന്മാരെ കുറിച്ച് അക്കാലത്തെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. സ്വഹാബത്തിന്റെ അതേ സ്വഭാവം നിലനിർത്തിയ മഹാന്മാരെ കുറിച്ച് കണ്ടപ്പോൾ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മോനെ നിന്നെ കണ്ടിരുന്നെങ്കിൽ അവിടുത്തെ കണ്ണിന് കുളിർമയാവുകയും സ്വഹാബത്തിന്റെ ഗണത്തിൽ പിടിച്ചു കൂട്ടുകയും ചെയ്യുമായിരുന്നു. അത്രയും നല്ല സ്വഭാവമാണ് മോനെ എന്ന് താബിഈങ്ങളെ കുറിച്ച് പറഞ്ഞ പ്രയോഗങ്ങൾ താബിഈങ്ങളുടെ ചരിത്രത്തിലും ഹയാത്തു സ്വാലിഹീൻ പോലെയുള്ള തറാജമിന്റെ ഗ്രന്ഥത്തിലും പറയുന്നുണ്ട്. അപ്പോൾ ആ പ്രയോഗങ്ങൾ അവരുടെ മഹത്വം പറയാനുള്ളതാണ്. അത്രയും കൃത്യമായ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരാണ്. നമുക്ക് വരാം. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ ലോകം മുഴുവനും വാഴ്ത്തിയിട്ട് പറയുന്നു, ഹുവ ആയത്തും മിൻ ആയാത്തില്ലാഹി തംശി അലാ ദഹ്രിൽ അർളി, ഭൂമിയുടെ മേലെ കൂടെ സഞ്ചരിക്കുന്ന അല്ലാഹുവിന്റെ മഹത്തായ ഒരു ദൃഷ്ടാന്തമാണ് ഇമാം ബുഖാരി. മുഹമ്മദ് ബിൻ ഇസ്മായിൽ ഇമാമുൻ, മുഹമ്മദ് ബിൻ ഇസ്മായിൽ തങ്ങൾ ഇമാമാണ്. ഫമല്ലം യജ്അൽഹു ഇമാമൻ ഫത്തഹിംഹു, ആരെങ്കിലും ഞങ്ങൾക്ക് ഇമാം ബുഖാരി ഒന്നും ഇമാമല്ല എന്നാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ടതാണ്. അഥവാ അവരിൽ എന്തോ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്, അവർ ശരിയായ വീക്ഷണക്കാരല്ല. അപ്പൊ ഇത്രയും വലിയ പ്രീതിയുടെയും ശ്രുതിയുടെയും മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു എത്ര പേരുടെ വാചകങ്ങളാണ് വായിക്കേണ്ടത്? ഞാനീ പറഞ്ഞ പേരുകളെല്ലാം ഒന്നുകിൽ ഇമാം ബുഖാരി തങ്ങളുടെ കാലത്തെ പണ്ഡിതന്മാരാണ്, അല്ലെങ്കിൽ അവിടുത്തെ ഉസ്താദുമാരാണ്. നമുക്ക് സുപരിചിതമല്ലാത്ത പേരുകളാണെങ്കിലും ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ദുർറഹ്മാൻ അദ്ദാരിമി പറയുകയാണ്, ഖദ് റഅയ്തുൽ ഉലമാഅ ബിൽ ഹറമൈനി വൽ ഹിജാസ് വശാമി വൽ ഇറാഖ്, ഞാൻ ഇറാഖിലും സിറിയയിലും ഹിജാസിലും ഹറമൈനിലും ഒക്കെയുള്ള ഉലമാക്കളെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഫമാ റഅയ്തു ഫീഹിം അജ്മഅ മിൻ മുഹമ്മദ് ബിൻ ഇസ്മായിൽ, ഇമാം ബുഖാരി തങ്ങളെക്കാൾ ഗുണഗണങ്ങൾ ഒരുമിച്ച് കൂട്ടിയ ആരെയും ഞാൻ കണ്ടിട്ടില്ല. ഹുവ അഅലമുനാ വഅഫ്ഖഹുനാ വഅക്സറുനാ ത്വലബാ, നല്ല വിവരമുള്ളവരും കൂടുതൽ അന്വേഷിച്ചറിയുന്നവരും കർമ്മശാസ്ത്രത്തിൽ ആഴജ്ഞാനമുള്ളവരുമാണ് എന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നു. അക്കാലത്തെ ആളുകൾക്ക് ഇമാം ബുഖാരി തങ്ങളെ കാണുക എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. അവരിങ്ങനെ മഹാന്മാരായ ആലിമീങ്ങളെ കാണാൻ കാത്തിരിക്കുന്നവരാണ്. അബൂ സഹൽ റഹിമഹുല്ലാ പറയുന്നു, സമയത്തു അക്സറ മിൻ 30 ആലിമൻ മിൻ ഉലമാഇ മിസ്റ യഖൂലൂന ഹാജത്തുനാ ഫിദ് ദുനിയ അൻ നദറു ഇലാ മുഹമ്മദ് ബിൻ ഇസ്മാഈല. അക്കാലഘട്ടത്തിലെ 30-ലേറെ പണ്ഡിതന്മാര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞങ്ങൾക്കൊരാഗ്രഹമേ ഉള്ളൂ, ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി ഒന്ന് കണ്ടിരുന്നെങ്കിൽ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മനസ്സിലാക്കണം, ബിദ്ഈ പ്രസ്ഥാനങ്ങൾ ഇവിടെ ചെയ്ത ഏറ്റവും വലിയ അപരാധം എന്താണ്? ആലിമീങ്ങളെ ആദരിക്കുന്ന സാധാരണക്കാരോട് ആദരിക്കണ്ട എന്ന് പറഞ്ഞു. ഏത് 8ഉം പൊട്ടും തിരിയാത്തവനും വന്നിട്ട് 10-50 കൊല്ലം ദർസ് നടത്തുന്ന ആലിമീങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ചോദിക്കും, അല്ല ബുഖാരിയിലുള്ള ഹദീസിനെതിരല്ലേ നിങ്ങൾ പറഞ്ഞത്? ഈ ധിക്കാരമാണ് ഇവിടുത്തെ ബിദ്ഈ പ്രസ്ഥാനങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത്. കാരണം ജാഹിലിന്റെ സ്ഥാനത്ത് നിന്ന് ആലിമിന്റെ തലയിൽ കയറാൻ പഠിപ്പിച്ചതാണ് ഇവിടുത്തെ പുത്തൻ പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും വലിയ അപരാധം. ആലിമീങ്ങളുടെ പദവി ചെറുതല്ല. വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്, അനന്തമായ പദവികൾ അല്ലാഹു തആല ആലിമീങ്ങൾക്ക് നൽകുമെന്ന് ഖുർആൻ പറഞ്ഞതാണ്. ചിലപ്പോൾ നിന്റെ അത്രയും സൗന്ദര്യം കാണൂല, നിന്റെ അത്രയും സമ്പത്ത് കാണൂല, നിന്നെ പോലെ കുലമഹിമ ഉണ്ടാവൂല. അതൊന്നും ഇല്ലെങ്കിലും അള്ളാഹുവിൻ്റെ ഇൽമ പഠിച്ചിട്ട്
അല്ലാഹുവിന്റെ പരിജ്ഞാനം കരസ്ഥമാക്കിയ ആളുകൾ അവരുന്നത പദവിയിലാണെന്നൊരു ബോധം മുൻകാലത്തെ മുഅ്മിനീങ്ങൾക്കുണ്ടായിരുന്നു. ഇന്നും സുന്നത്തെ ജമാഅത്തിന്റെ സ്വത്ത് അതാണ്. അതേ സമയത്ത് ഇവിടുത്തെ ബിദ്അഈ കക്ഷികൾ എന്ത് ചെയ്തു? ഉസ്താദുമാർ പറയുന്നത് അംഗീകരിച്ചുകൂടാ, ആലിമീങ്ങൾ പറയുന്നത് സ്വീകരിച്ചുകൂടാ, നമ്മൾ ആരുടെയും മുമ്പിൽ വിധേയത്വം പാടില്ല, അള്ളയും റസൂലേ ഉള്ളൂ, ചില സമയത്ത് അള്ള മാത്രമേ ഉള്ളൂ എന്ന ഒരൊറ്റ വാദത്തിലേക്ക് കൊണ്ടുവന്നതിന്റെ ലക്ഷ്യം ആലിമീങ്ങളെ അനുസരിച്ച് ജീവിക്കുന്ന തലമുറയെ ഇല്ലായ്മ ചെയ്യാനാണ്. അപ്പോഴാണ് അല്ലാഹു തആല അവരുടെ വിമർശനങ്ങളെയും അതിജയിച്ചുകൊണ്ട് അംഗീകാരം നേടാൻ പറ്റുന്ന തങ്ങന്മാരെയും പണ്ഡിതന്മാരെയും ഈ സമുദായത്തിനു നൽകിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് നമുക്ക് നേതാക്കന്മാരെ തന്നിട്ടുണ്ട്. ആ നേതാക്കന്മാർക്ക് അല്ലാഹു തആല കൊടുത്ത പ്രൗഢിയില്ലായിരുന്നെങ്കിൽ ചിലപ്പം വിധേയത്വമുള്ളൊരു സമൂഹം ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ മൊയ്ലിയാർ പറയണല്ല നമ്മൾ നോക്കേണ്ടത്, നമ്മൾ നേരിട്ടങ്ങ് നോക്കിക്കൊള്ളണം. അതുകൊണ്ട് ഒരു മുസ്ലിയാരെയും അനുസരിച്ചുകൂടാ, ഒരു മുസ്ലിയാരുടെയും മുമ്പിൽ പോയി വിനയം കാണിച്ചുകൂടാ എന്ന് ഇവിടുത്തെ ബിദ്അഈ കക്ഷികൾ പറഞ്ഞപ്പോ അവരെ ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്ന, ദുനിയാവിനും നേതൃത്വം കൊടുക്കാൻ പറ്റുന്ന പ്രൗഢിയോടെ മഹാന്മാരായ ആലിമീങ്ങളെ അല്ലാഹു നൽകിയപ്പോൾ ഭൗതികന്മാര് പോലും നമ്മുടെ ഉസ്താദുമാരുടെയും തങ്ങന്മാരുടെയും കവാടത്തിലേക്ക് വരാൻ പറ്റുന്ന പ്രതാപം അല്ലാഹു നമ്മുടെ ഉസ്താദുമാർക്ക് നൽകിയിട്ടുണ്ട്. അല്ലാഹു ഇസ്സത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അതില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ സുന്നത്ത് ജമാഅത്തിന്റെ തലമുറയെ നയിക്കാൻ കഴിയൂല. കേവലം പള്ളിയുടെ മൂലയിൽ ഇരുന്ന് ദർസ് നടത്തുന്ന സാത്വികനായ ഒരു പണ്ഡിതനാണ് പണ്ട് കാലങ്ങളിൽ ഈ സമുദായത്തെ മുഴുവനും നയിച്ചിരുന്നത്. അവരെ അംഗീകരിച്ചുകൂടാന്ന് പറഞ്ഞപ്പോഴാണ് ദീനും ദുനിയാവും എല്ലാം ഉള്ള നേതാക്കന്മാരെ ഇങ്ങോട്ട് തന്നു. അപ്പൊ പിന്നെ ഏത് ഭരണാധികാരിയും മുമ്പിൽ വന്നേ പറ്റൂ. അതാണ് മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ പ്രതാപം. അതാണ് ഇമാമുന ശാഫിഈ തങ്ങളുടെ പ്രതാപം. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനെ യമനിലെ മുഫ്തിയായി വിട്ടു. അപ്പൊ അവിടുത്തെ ഗവർണർ പറഞ്ഞു, ഹലോ മിസ്റ്റർ മുസ്ലിയാരെ, സംഗതി നിങ്ങൾ വലിയ പണ്ഡിതനൊക്കെ തന്നെയാണ്, മക്കത്തെയും മദീനത്തെയും പള്ളിയിലൊക്കെ ഓതിപ്പടിച്ചിട്ട് ഡിഗ്രി എടുത്ത് വന്നതാണ്, പക്ഷേ ഞാൻ പറയുന്ന കണക്കെ ഇവിടെ ഫത്വ കൊടുക്കാൻ പാടുള്ളൂ. ഇമാം ഷാഫിഈ പറഞ്ഞു, എന്നെ അതിന് കിട്ടുന്ന പ്രശ്നമില്ല, ഞാൻ അങ്ങനെ മതത്തെ വെട്ടിമുറിക്കാൻ വന്നതല്ല, ഞാൻ അള്ളാന്റെ ദീന് വെട്ടി തുറന്ന് പറയാൻ വന്നതാണ്. അപ്പൊ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനെ ജയിലിലടക്കാനും അവിടുന്ന് അതാ ഭരണാധികാരിക്ക് കത്തയച്ചു, ഈ ചെറുപ്പക്കാരനായ മുസ്ലിയാരെ ഇവിടുന്ന് മാറ്റിത്തരണം. അപ്പൊ ബഹുമാനപ്പെട്ട ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ പേരിൽ കുറ്റമാരോപിച്ചു. രാജ്യവിരുദ്ധമായി ഫത്വ കൊടുക്കുന്നു എന്ന കുറ്റമാണ് ഷാഫി ഇമാം തങ്ങൾക്കെതിരെ പറഞ്ഞത്. രാഷ്ട്രവിരുദ്ധമായ കാര്യങ്ങൾ ഇമാം ഷാഫി തങ്ങൾ ചെയ്യുന്നു എന്ന് ഷാഫി ഇമാം തങ്ങൾ അറിഞ്ഞ കാര്യം പോലുമല്ല. ഉടനെ ഷാഫി ഇമാം തങ്ങളെ ബഗ്ദാദിലെ ക്യാപിറ്റലിലേക്ക് വിട്ടു, ഭരണാധികാരിയെ കൊണ്ട് ശിക്ഷിപ്പിക്കാൻ. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ആരാണ്? വൈജ്ഞാനിക പ്രഭ കൊണ്ട് ലോകഗിരി ശൃംഗത്തിലേക്ക് എത്തിയ പണ്ഡിത കേസരിയാണ്. ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു ഇളകിയില്ല. എടാ, ഒരു ഭരണാധികാരിയുടെയും ഭരണചക്രത്തിനനുസരിച്ച് അടിയറവ് പറയാനുള്ളവനല്ല ഞാൻ ഖുറൈശിയാണ്, റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയാണ്, അള്ളാന്റെ ദീന് പഠിച്ച ആലിമാണ്. ആ ധൈര്യത്തോടെ ഇമാം ഷാഫിഈ തങ്ങൾ ബഗ്ദാദിലേക്ക് പോയി. ബഗ്ദാദിലേക്ക് ചെന്നപ്പോഴോ ഷാഫി ഇമാം നോക്കിയപ്പോ കുറെ ആളുകളും കേസുകളും ഒക്കെ ഉണ്ട്. ഇപ്പൊ വിചാരണയ്ക്ക് വിളിക്കൂല, ചെറുപ്പക്കാരനല്ലേ, കുറച്ചു ദിവസം അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ ഷാഫി ഇമാം തങ്ങൾ ആരെങ്കിലും കണ്ടിട്ട് ഖലീഫയെ ഒന്ന് സ്വാധീനിക്കാം, എങ്ങനെയെങ്കിലും ആർക്കെങ്കിലും കൈമടക്ക് കൊടുത്തിട്ട് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാം എന്ന് ചിന്തിക്കാതെ ഇമാം ഷാഫിഈ തങ്ങൾ അന്വേഷിച്ചു, ഇവിടെ തൊട്ടടുത്ത പള്ളി ദർസ് എവിടെയാണ്? അപ്പൊ പറഞ്ഞതാ അവിടെ ഉണ്ട്, മാലിക് ഇമാമിന്റെ ശിഷ്യൻ ഒരു വലിയ പണ്ഡിതൻ ദർസ് നടത്തുന്നുണ്ട്. പേര് കേട്ടപ്പോ പണ്ട് മദീനത്തെ പള്ളിയിൽ ഓതുന്ന സമയത്ത് പരിചയമുള്ള ആളാണ്. നേരെ ദർസിലേക്ക് പോയി. ഷാഫി ഇമാം തങ്ങൾ ആ ദർസിൽ കൂടിയെന്ന് മാത്രമല്ല, ഡിബേറ്റബിൾ ആയി തന്നെ കാര്യങ്ങൾ ചർച്ച ചെയ്തു. സംവാദം വേണ്ട സ്ഥലത്ത് സംവാദം, ഗണ്ണനം വേണ്ട സ്ഥലത്ത് ഗണ്ണനം, മറുപടി വേണ്ട സ്ഥലത്ത് മറുപടി, അതെല്ലാം പറഞ്ഞുകൊണ്ട് ആ ദർസങ്ങ് സജീവമാക്കി. അപ്പോഴാണ് ഓർഡറിട്ട ദിവസം വന്നു ഷാഫി ഇമാം തങ്ങളെ ഹാജരാക്കാൻ. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഹാജരാക്കാൻ നേരം വിളിക്കാൻ വിട്ട റബീഉ റളിയല്ലാഹു അൻഹുവിന് പേടിയുണ്ട്. ഇത് വിളിക്കുന്നത് വെറുതെ അല്ല,
കശാപ്പ് ചെയ്തു കളയാനാണ്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു അതാ ഇറങ്ങി. ദർസിൽ നിന്നാണ് നേരെ പോകുന്നത് കൊട്ടാരത്തിലേക്ക്. കൊലക്കയറിന്റെ കീഴിലേക്കാണെന്ന് ശ്രുതി വന്നുപോയി. പക്ഷേ കുലുങ്ങാത്ത ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു കൊട്ടാരത്തിന്റെ വാതിൽക്കൽ പോയി നിന്ന് ചില മന്ത്രങ്ങളങ്ങ് ചൊല്ലി അള്ളാഹുവിലേക്ക് തവക്കുലാക്കിയിട്ട് ചടുലതയോടെ അങ്ങോട്ട് കയറുമ്പോ റബീ റളിയല്ലാഹു അൻഹു പറയുന്നത് ആസ്വാദകരമായി മഹാന്മാർ എഴുതിയിട്ടുണ്ട്. ഞാൻ നെഞ്ചത്തേക്കങ്ങ് കൈവച്ചു. ഇതെന്റെ ഷാഫി ഇമാമിനെ അവസാനം കാണുകയാണോ? ഇനി കാണാൻ പറ്റില്ലേ? അപ്പോഴാണ് ഇമാമുന ശാഫിഈ മലഅ്താ ത്വബഖൽ അർളി ഇൽമൻ വഹിക്മതൻ കഅംബാഇ മൗലാന നബി മുഹമ്മദി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നറിയിപ്പ് പോലെ ലോകമാകമാനം വിജ്ഞാനം നിറച്ച വൈജ്ഞാനിക തല്ലജങ്ങളുടെ കലവറകളെ ബഗ്ദാദിന്റെ മണ്ണിൽ നിന്ന് ഈജിപ്തിന്റെ വിശുദ്ധ ഭൂമിയിലേക്കും അവിടുന്ന് യമനിന്റെ അരമനകളിലേക്കും മക്കയുടെ ആൽത്താരകളിലേക്കും മദീനയുടെ കലവറകളിലേക്കും കൊണ്ടുപോയ നേതാവ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു അതാ നല്ല വഖാറോടെ കയറി അങ്ങോട്ട് ചെന്നപ്പോ രാജാവ്, കൊല്ലാൻ വാളൂരിയ രാജാവ് അതാ പറയുന്നു, ഹലോ മുസ്ലിയാരെ, വന്നിവിടെ ഇരിക്കൂ, നമുക്കൊന്ന് സംസാരിക്കാം. സദസ്സ് മുഴുവനും അത്ഭുതപ്പെടുകയാണ്. കൊല്ലാൻ വിളിച്ചു വരുത്തിയ പ്രതിയെ ആദരവോടെ എഴുന്നേറ്റു നിന്നിട്ട് അടുത്ത് പിടിച്ചിരുത്തുന്നു. കോടതി കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ ചോദിച്ചു ചില ആളുകൾ, ഓ ഇമാം ഷാഫിഈ, നിങ്ങളെ കൊല്ലാനാണ് വിളിച്ചതെന്നൊക്കെയാണല്ലോ പറഞ്ഞത്. എന്തേ രാജാവ് ചോദിച്ചത്? എന്തേ നിങ്ങൾ പറഞ്ഞത്? അദ്ദേഹം ചോദിക്കാനുള്ളത് ചോദിച്ചു, ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇമാം ഷാഫിഈ തങ്ങൾ അതാ ഇറങ്ങി വരുന്നു അഭിമാനത്തോടെ. അതാണ് നമ്മുടെ ആലിമീങ്ങളുടെ ബഹുമാനം. അവർക്ക് വേണ്ടത് ഈ ലോകത്തെ സ്ഥാനമാനങ്ങളല്ല, അവർക്ക് വേണ്ടത് ഇവിടുത്തെ അംഗീകാരങ്ങളല്ല. അവർ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ജീവിച്ച മഹാന്മാരാണ്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ആ വഴിയിൽ ജീവിച്ചിട്ട് ഇസ്ലാം നയിച്ച മഹാനാണ്. സർവർ കഹൂംഗെ മാലിക് മൗലാ കഹൂ തുജെ ബാഗേ ഖലീൽ കാ ഗുലെ സൈബാ കഹൂ തുജെ हिरमान नसीब हो तुझे उम्मीद गे कहू जाने मुरादो काने तमन्ना कहू तुझे. ഓ പ്രിയപ്പെട്ടവരെ, കാലമാകമാനം കാത്തിരിക്കുന്ന കവിത പോലെ ഈണമാണ്, ലോകമാകമാനം കാത്തിരിക്കുന്ന പ്രസാദം പോലെ മധുരമാണ്, ലോകരെല്ലാവരും കാത്തിരിക്കുന്ന ശുഭദൃശ്യം പോലെ മനോഹരമാണ്. ഇതെല്ലാമായ ലോകത്തിന്റെ നേതാവിന്റെ വിശുദ്ധ വചനത്തിന്റെ വാഹകനായ ഇമാം ബുഖാരി. അല്ലാഹു അക്ബർ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. നമുക്കൊരു വിശ്വാസമുണ്ടല്ലോ, ഈ അഭിവാദ്യം അങ്ങ് റഷ്യയുടെ ഉസ്ബെക്കിസ്ഥാനിന്റെ താഴ്വരയിലെ ബുഖാറയിലെ ഹർത്തങ്ക് എന്ന് പറയുന്ന താഴ്വരയിലെ ഖബറിൽ കിടന്നുകൊണ്ട് ഇമാം ബുഖാരി അറിയുന്നുണ്ടാകും റളിയല്ലാഹു അൻഹു. അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് ഇമാമുൽ ബുഖാരി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ കണ്ടില്ലേ, വിജ്ഞാനത്തിന്റെ വഴിയിലായി എല്ലാം തിരിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോ ആ കാലഘട്ടത്തിലുള്ള മുഴുവൻ ആളുകളെയും അതിജയിച്ച് മഹാനവറുകൾ കടന്നു പോയപ്പോ അല്ലാഹു തആല നൽകുന്ന വലിയൊരു ദൗത്യമാണ്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു പറയാണ്, നാളെ അല്ലാഹു ആയുസ്സും തൗഫീഖും നൽകിയ നമുക്ക് പറയേണ്ടത് ഇമാം മുസ്ലിം റഹിമഹുല്ലയാണ്. ബാക്കിയുള്ള ഇമാമിങ്ങളെയൊക്കെ എവിടെ വെച്ച് പറയണമെന്ന് എനിക്കറിയില്ല, നമുക്ക് സമയം പോലെ ചെയ്യാം. ഖാല ലഹുൽ ഇമാം മുസ്ലിം, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു പറയാണ്, ദഅനി ഹത്താ ഉഖബ്ബില റിജ്ലൈക യാ ഉസ്താദൽ ഉസ്താദീൻ വസയ്യിദൽ മുഹദ്ദിസീൻ വതബീബൽ ഹദീസ് ഫീ ഇലലിഹി. അല്ലയോ പ്രിയപ്പെട്ട ഉസ്താദേ, ഞാൻ കാലൊന്ന് ചുംബിച്ചോട്ടെ. ആരാണ് പറയുന്നത്? ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. അവിടുന്ന് ഉസ്താദുൽ ഉസ്താദീൻ, അവിടുന്ന് ഗുരുവര്യന്മാരുടെ ഗുരുവര്യരാണ്. വസയ്യിദൽ മുഹദ്ദിസീൻ, മുഹദ്ദിസീങ്ങളുടെ ലീഡറാണ്, നേതാവാണ്. വതബീബൽ ഹദീസ് ഫീ ഇലലിഹി,
ഹദീസിന്റെ മുഴുവൻ രോഗങ്ങളെയും ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന ഭിഷഗ്വരനാണ്. എല്ലാമായ പ്രിയപ്പെട്ടവരെ, ഇമാം മുസ്ലിം തങ്ങൾ എന്നിട്ട് പറയാണ്, ലാ യുബ്ഗദുക ഇല്ലാ ഹാസിദുൻ വഅശ്ഹദു അന്നഹു ലൈസ ഫിദ്ദുനിയാ മിസ്ലുക. ഓ പ്രിയപ്പെട്ട ഇമാമേ, നിങ്ങളോടൊരു അസൂയാലുവിനല്ലാതെ എതിർക്കാൻ പറ്റൂല, ഒരസൂയാലുവിനല്ലാതെ നിങ്ങളെ അനിഷ്ടം വരില്ല. മാത്രമല്ല, നിങ്ങൾക്ക് തുല്യമായി ഒരാളെയും ഞാനിവിടെ കാണുന്നില്ല. അത്രയും വലിയ വിജ്ഞാനത്തിന്റെ നേതാവാണ്. ഗുൽസാർ ഖുദ്സ് കാ ഗുൽ രംഗി അദാ കഹൂ ദർമാൻ ദർദ് ബുൽബുൽ ശൈദാ കഹൂ തുജേ സുബഹ വതൻ पे शाम गरीबान को दो शरफ बेकिस नवाज गे ला कहूं तुझे. ഓ അവിടുന്ന് നോക്കുമ്പോ നിറഞ്ഞു വിരിഞ്ഞു നിൽക്കുന്ന മഹാപുഷ്പങ്ങളെ പോലെയാണ്. ലോകമാകമാനം ഉൾക്കൊള്ളാൻ പറ്റുന്ന നറുമണത്തിന്റെ പ്രസാദമാണ്. ഇതെല്ലാം ഉൾക്കൊള്ളുന്ന മുഖകമലത്തിന്റെയും വർണ്ണഭാവങ്ങളുടെയും വിശുദ്ധ സാഗരമേ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ പ്രകീർത്തനം ചൊല്ലിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിമുൻ നൈസാബൂരി സ്വഹീഹ് മുസ്ലിമിന്റെ ക്രോഡീകരണം നടത്തിയ മഹാനാണ്. അതാ ബഹുമാനപ്പെട്ടവർ എന്നിട്ട് വിശദീകരിച്ച് പറയുന്നു, ഖാല സുലൈം ഇബ്നു മുജാഹിദ് മാ റഅയ്തു മുൻദു 60 സന അഹദൻ അഫ്ഖഹ വലാ ഔറാ മിൻ മുഹമ്മദ് ഇബ്നു ഇസ്മാഈല. ഞാൻ എൻ്റെ ജീവിതത്തിൽ 60 കൊല്ലമായി ഞാൻ സഞ്ചരിക്കുന്നുണ്ട്. ഇതുവരെയും ഇമാം ബുഖാരി തങ്ങളെപ്പോലെ കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ ഗ്രാഹ്യമുള്ള, ആരാധനയിൽ ശ്രദ്ധയുള്ള, സൂക്ഷ്മമായ ജീവിതമുള്ള ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. ലൗ അന്ന അഹ്ലൽ ഇസ്ലാം ഇജ്തമഉ അലാ അൻ യുസീബു ആഖറ മിസ്ല മുഹമ്മദ് ഇബ്നു ഇസ്മാഈൽ ലമാ ഖദറു അലൈഹി. ലോകത്തുള്ള എല്ലാവരും കൂടെ ഇമാം ബുഖാരിക്ക് ഒരു സമാനനായ ഒരാളെ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ കഴിയാത്ത വിധം ഉന്നതങ്ങളിലാണ് ഇമാം ബുഖാരി തങ്ങളുള്ളത്. അങ്ങനെയുള്ള മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ അവരെല്ലാം ഇൽമിന്റെ ചക്രവാളത്തിലെ മുൻഗാമികളാണ്. ഇതെല്ലാം മുമ്പിൽ വെച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട്, അനുവാചകരോട് പറയട്ടെ, നാം ഒരു ഉണർത്തുപാട്ട് ഏറ്റെടുക്കേണ്ടതുണ്ട്. ഇന്ന് നമ്മുടെയൊക്കെ മനസ്സിൽ നമ്മുടെ മക്കളെ കുറിച്ചുള്ള സങ്കല്പം മറ്റ് അമുസ്ലിമീങ്ങൾക്കുള്ള സങ്കല്പം മാത്രമാണ്. അമുസ്ലിമീങ്ങൾക്ക് അവരുടെ മക്കളെ കുറിച്ചുള്ള സങ്കല്പം അവരെ എങ്ങനെയെങ്കിലും പഠിപ്പിച്ചൊരു ജോലിയാക്കണം, 4 ചില്ലറ വാങ്ങാൻ പറ്റുന്നവനാക്കണം. ഈ ഒരു സ്വപ്നത്തിലേക്ക് മാത്രം മുസ്ലിങ്ങളായ നമ്മുടെയും ചിന്തകൾ വന്നുപോയി. അതുകൊണ്ടാണ് വലിയ വലിയ ദർസുകൾ ഉണ്ടായിരുന്ന മലപ്പുറം ജില്ലയിൽ ദർസുകൾ വളരെ കുറഞ്ഞുപോയി. ഞങ്ങളുടെ നാട്ടിലൊക്കെ പണ്ടേ കുറച്ച് ദർസേ ഉള്ളൂ, ഉള്ളത് തന്നെ വീണ്ടും ഇല്ലാതെ ആയിപ്പോയി. ഒരു മുത്തഅല്ലിമു പോലും ഇല്ലാത്ത നിരവധി മഹല്ലുകൾ ഉണ്ടായിപ്പോയി. നാളെ ഈ സമുദായം ദാരിദ്ര്യം അനുഭവിക്കാൻ പോകുന്നത് ഡോക്ടർമാരില്ലാത്ത ദാരിദ്ര്യമല്ല, എഞ്ചിനീയർമാരില്ലാത്ത ദാരിദ്ര്യമല്ല. ഇവിടെ മനുഷ്യന്മാർ അനുഭവിക്കാൻ പോകുന്ന ദാരിദ്ര്യം അള്ളാഹുവിന്റെ ദീനിന്റെ നിയമം പറയാൻ പറ്റുന്ന ഒരാളെ കിട്ടാതാകുന്ന കാലം വരാൻ പോവുകയാണ്. അതുകൊണ്ട് രക്ഷിതാക്കളെ ഉണരേണ്ട സമയം അധികരിച്ചു പോയി. ഇന്ന് എന്നെ പോലെയുള്ള പൊട്ടം മുത്തഅല്ലിമുമാരാണുള്ളത്. അതുകൊണ്ട് തന്നെ മതത്തിന്റെ നിയമങ്ങൾ ആധികാരികമായി പറയാൻ ഉള്ളവരിൽ തന്നെ ന്യൂനപക്ഷത്തിനേ കഴിയൂ. ഇനി ഉള്ള വിഭാഗം പോലും ഇല്ലാതെയായാൽ നമുക്ക് പകരം വെക്കാൻ ആളുകളില്ല. പല ആലിമീങ്ങളും മരണപ്പെട്ടു പോയപ്പോൾ നമ്മൾ ജനാസ നിസ്കരിക്കാൻ പോയി. അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, കാലം കൊണ്ടുപോയ മഹാന്മാർക്ക് പകരം വെക്കാൻ ഇനി മഹാന്മാരില്ല. നെല്ലിക്കുത്ത് ഉസ്താദ് ജീവിച്ചിരുന്നപ്പോൾ നമ്മൾ മൂല്യം അറിഞ്ഞിരുന്നില്ല, പക്ഷേ ഇനി അതിന് പകരക്കാരൻ എവിടെ? കണ്ണിയത്ത് ഉസ്താദ് ജീവിച്ചിരുന്നപ്പോൾ നമ്മൾ മൂല്യം അറിഞ്ഞിരുന്നില്ല, പക്ഷേ പകരക്കാര് വന്നിട്ടില്ലല്ലോ. ഇതുപോലെ ഓരോ ആലിമീങ്ങളും ലോകത്തോട് വിട പറയുമ്പോ ഈ ലോകത്തിന്റെ മരണത്തിനു സമാനമാണ്. അത്രയും സൂക്ഷ്മാലുക്കളായ ഗ്രാഹ്യമുള്ള പണ്ഡിതന്മാര് വരുന്നില്ല. കാരണം കാലം ചെല്ലും തോറും മൂല്യം കുറയുകയാണ്. ഇന്ന് വേഷത്തിലും ഭാവത്തിലും ഒക്കെ കുറെ മുത്തഅല്ലിമീങ്ങൾ ഉണ്ടെങ്കിലും ആധികാരികമായി മതം പഠിച്ച് കൃത്യമായി മതനിയമം പറയാൻ കുറഞ്ഞ ആളുകൾക്കേ കഴിയുന്നുള്ളൂ. അതുകൊണ്ട് കൂട്ടുകാരെ, നമ്മളെങ്കിലും ശ്രദ്ധയോടെ പഠിച്ചില്ലെങ്കിൽ ഈ സമുദായത്തിന് ഇൽമ നഷ്ടപ്പെട്ടു പോകുമേ. പണ്ട് കണ്ടില്ലേ, ഈ നെടിയുരുപ്പിനടുത്ത് മുജാഹിദുകൾക്ക് മറുപടി പറയാൻ
വളമംഗലത്തുള്ള ഒരു മഹാനായ പണ്ഡിതന്മാരുടെ സേവകനെ ഒരിക്കൽ പതി ഉസ്താദിന്റെ ചരിത്രം എഴുതാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കൂടിയിരുന്നു. കാരണം പതി ഉസ്താദിനെ ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്ത ആളല്ല. അവർ മുൻഗാമികൾപ്പെട്ട, അതായത് സമീപകാലത്തിൽപ്പെട്ട ആലിമീങ്ങളിൽ ഒരാളായിരുന്നു. മഹാനവകളുടെ ചരിത്രം എഴുതാൻ വേണ്ടി ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അതാ നെടിയിരുപ്പിൽ വെച്ചുകൊണ്ട് സംവാദം നടക്കുമ്പോൾ അന്ന് കിതാബുകൾ എവിടെയും ഇല്ല. അങ്ങനെ വാഴക്കാട് പോയി സൈക്കിളിൽ കിതാബ് കൊണ്ടുവന്നത് ഞങ്ങളാണ് എന്ന് പറയുമ്പോൾ, മുത്തഅല്ലിമുകളെ, ഇന്ന് നല്ല വിശാലമായൊരു ഗ്രന്ഥശാല ഈ സ്ഥാപനത്തിലുണ്ട്, മർക്കസിലുണ്ട്, പരിസരത്ത് എത്രയോ സ്ഥാപനങ്ങളിലുണ്ട്. പക്ഷേ നോക്കാൻ മുത്തഅല്ലിമുകൾ എവിടെ? ഇന്ന് ഗ്രന്ഥമില്ലാത്ത കുഴപ്പമല്ല, അവലംബങ്ങളില്ലാത്ത കുഴപ്പമല്ല, നമ്മുടെ സിംഗിൾ ക്ലിക്കിന് വേണ്ടി കാത്തിരിക്കുന്ന കിതാബിൻ്റെ സോഫ്റ്റ്വെയറുകളുണ്ട്. അതെല്ലാം ഉണ്ടായിട്ടും നോക്കാനും പഠിക്കാനും ആളില്ല. പക്ഷേ കമ്പ്യൂട്ടറിലും ഇൻ്റർനെറ്റിലും വരുന്ന കിതാബുകൾ വായിക്കുന്നതിന് മുമ്പോ ശേഷമോ ആധികാരികതയും വിശ്വാസ്യതയും ഉറപ്പുവരുത്തണം. പലപ്പോഴും വഞ്ചിക്കപ്പെടാൻ സാധ്യതയുണ്ട്. മക്തബത്തു ഷാമിലയിൽ പോലും റാസി വരുമ്പോൾ അതിൻ്റെ പല ഇബാറത്തുകളും കാണാനില്ല. അതുകൊണ്ട് അത് മാത്രം അവലംബിച്ച് പറയുന്നത് ഭൂഷണമല്ല. പല സ്ഥലങ്ങളിലും ഇബാറത്തുകൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. ശ്രദ്ധിക്കണമെന്ന് അവസരോചിതമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് അത് മാത്രം അവലംബിച്ച് സമാധാനപ്പെടരുത്. നമുക്കൊരു പക്ഷേ പെട്ടെന്നൊരു പേജ് നമ്പർ കിട്ടാനുള്ള ജസ്റ്റ് റെഫറൻസായി ഉപയോഗിക്കാമെന്നല്ലാതെ ആധികാരികമായി നമ്മൾ പ്രിന്റഡ് കിതാബുകൾ തന്നെ അതിൻ്റെ ത്വബഉം അതിൻ്റെ പ്രസാദനവും ഒക്കെ ഉറപ്പ് വരുത്തിയിട്ട് തന്നെ പ്രയോഗിക്കേണ്ടതാണ്. അതല്ലേ നമ്മുടെ ആലിമീങ്ങൾ ഫത്ഹുൽ മീൻ ഉണ്ടായ ഈ മലയാള നാട്ടിൽ തൊട്ട് മുമ്പ് വരെയല്ല, ഇപ്പോഴും പഴയ ഉസ്താദുമാര് ഫത്ഹുൽ മീനിന്റെ വക്കിൽ എഴുതി കൊടുക്കാറുണ്ട്. ചില സ്ഥലത്ത് പ്രിന്റിംഗ് മിസ്റ്റേക്കുകൾ തിരുത്താറുണ്ട്. എന്താണത്? സൂക്ഷ്മതയുടെ ഭാഗമാണ്. അതാണ് ദീൻ എന്ന് പറയുന്നത്. അല്ലാതെ ഒരു കടലാസിൽ അടിച്ചു കണ്ടാൽ യഥാർത്ഥത്തിൽ അത് പറയാൻ നമുക്ക് അധികാരമില്ല. കാരണം ഇത് ടൈപ്പ് ചെയ്ത ആൾക്ക് മാറിപ്പോയെങ്കിലോ, ഇമാം ബുഖാരി തങ്ങൾ പറയാത്തത് പറഞ്ഞു പോയാലോ, അതിനേക്കാൾ ഗൗരവമല്ലേ ഒരു ഹദീസ് ടൈപ്പ് ചെയ്തെടുത്ത് മാറിപ്പോയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാത്തത് പറയേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പാരമ്പര്യത്തിലൂടെയാണ് അള്ളാഹുവിൻ്റെ ഇൽമ് നിലനിൽക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സ്വഹാബത്ത് കേട്ടത്, സ്വഹാബത്തിൽ നിന്ന് താബീങ്ങൾ കേട്ടത്, താബീങ്ങളിൽ നിന്ന് പിന്മുറക്കാര് കേട്ടത്, അങ്ങനെ കേട്ടു വന്ന പാരമ്പര്യത്തിലൂടെയാണ് ഇൽമ് ഇവിടെ നിലനിൽക്കുന്നത്. കേവലം പ്രിന്റിംഗ് മെറ്റീരിയലുകളിലൂടെയല്ല, അല്ലെങ്കിൽ ടൈപ്പിംഗ് സംവിധാനത്തിലൂടെയല്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലെജൻഡ് സർവീസുകളിലൂടെയല്ല. ഇവിടെ ഇൽമ് നിലനിൽക്കുന്നത് മഹാന്മാരായ ഇമാമുകളുടെ പരമ്പരയിലൂടെയാണ്. വരാം സമയമേറെയാകുന്നു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കാലത്തിൽ ജ്വലിച്ചു നിൽക്കുകയാണ്. ഒരുപാട് വിമർശകന്മാർ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുണ്ട്. ഇമാം ബുഖാരി തങ്ങൾ അവരെയൊക്കെ അതിജയിച്ച് ഇൽമു കൊണ്ട് പ്രഭാവം നിലനിർത്തുകയാണ്. അപ്പോഴാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അതാ പരിശുദ്ധമായ ഹദീസിന്റെ കിതാബ് സ്വഹീഹുൽ ബുഖാരി അത് രചിക്കാൻ ബഹുമാനപ്പെട്ടവർ ഒരുങ്ങുകയാണ്. അത് രചിക്കാനുള്ള കാരണം എന്താണ്? അഹദുഹാ, അതിൽ നിന്ന് ഒന്നാമത്തെ കാരണമായി ചരിത്രകാരന്മാര് പറയുന്നു, ഇമാം ബുഖാരി തങ്ങൾ നോക്കിയപ്പോൾ പ്രൗഢമായ ഹദീസിന്റെ സ്വഹീഹായ ഹദീസുകൾ മാത്രം ക്രോഡീകരിച്ച ഒരു ഗ്രന്ഥം കാണാനില്ല. പല ഗ്രന്ഥങ്ങളുമുണ്ട്, അതിൽ സ്വഹീഹുമുണ്ട്, ലഈഫുമുണ്ട്. അപ്പൊ സ്വഹീഹായ ഹദീസുകൾ മാത്രം സൂക്ഷ്മതയോടെ ക്രമീകരിച്ച ഒരു ഗ്രന്ഥം വേണം. അപ്പോൾ അതിനു വേണ്ടി ഒന്ന് ആലോചിച്ചു നോക്കി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട ഇസ്ഹാഖ് ഇബ്നു ഇബ്രാഹിം അൽ ഹൻദലി അൽ മഅറൂഫ് ഇബ്നു റാഹവൈഹി റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹി പറയുന്നു, അല്ലയോ പ്രിയപ്പെട്ട മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി, ഞങ്ങൾക്ക് ലൗ ജമഅതും കിതാബൻ മുഖ്തസറൻ ലി സ്വഹീഹി സുന്നത്തി റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹീഹായ ഹദീസുകൾ ക്രോഡീകരിച്ചിട്ട് നിങ്ങൾ നല്ലൊരു കിതാബ് എഴുതിയെങ്കിൽ കൊള്ളാമായിരുന്നു. ഫവഖഅ ദാലിക ഫീ ഖൽബി, അതെന്റെ മനസ്സിൽ ഇങ്ങനെ തറച്ചു കിടന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഭാഗത്ത് ഞാൻ നോക്കുമ്പോൾ സ്വഹീഹായ ഹദീസ് മാത്രമുള്ള പ്രൗഢമായ ഗ്രന്ഥങ്ങൾ കാണാനില്ല.
മറുഭാഗത്ത് ഇസ്ഹാഖ് ബിൻ റാഹവൈഹി എന്നോട് പറഞ്ഞ പ്രചോദനം. ഇത് രണ്ടും ഇങ്ങനെ കിടക്കുമ്പോഴാണ് കാലത്തിന്റെ കവിളിൽ കവിത വിരിച്ച ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ സ്വഹീഹായ ഹദീസുകൾ മാത്രം ക്രോഡീകരിച്ചൊരു ഗ്രന്ഥം കാണാനില്ല. അതോടൊപ്പമാണ് ഇസ്ഹാഖ് ബിൻ റാഹവൈഹി എന്ന ഹദീസ് ലോകത്തെ ചക്രവർത്തി പറയുന്നു, ഒരു കിതാബ് എഴുതിയെങ്കിൽ കൊള്ളാമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൂട്ടുകാരെ ഖിബ്ലത്തു ഖൽബിൽ മുഅ്മിനീൻ മുഹമ്മദുർ റസൂലുള്ളാഹി. പോരാ, ഇത് ഹദീസിന്റെ ഇമാമുകളെ പറയുന്ന സദസ്സാണ്. അവരുടെ മുഴുവനും രാജാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുരാഗത്തിന്റെ ഹൃദയസ്പർശത്തോടെ മദീനയുടെ മന്ദമാരുതനിൽ ലയിച്ചു ചേർന്ന് ഗുംബദേ ഖസറാഇന്റെ താഴെ കിടക്കുന്ന ലോക നേതാവിന്റെ തിരുസമക്ഷത്തിലേക്ക് മഅദിനിന്റെ മണിമുറ്റത്ത് നിന്നൊരു സ്വലാത്ത് റമളാനിന്റെ കൃത്യമായ സാന്നിധ്യത്തോടെ മദീനയിലേക്ക് ചെല്ലുമ്പോൾ എത്ര സന്തോഷമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ മഹാനവറുകൾ പറയുന്നു, റുഇയാ റആ ഫീഹാ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വൽ ബുഖാരി യദുബ്ബു അൻഹു ബിമിർവഹത്തിൻ ഫീ യദിഹി. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കാണുകയാണ്. എന്താണ് കാണുന്നതെന്നറിയുമോ? ലോക ഗുരുവായ ലോകത്തിന്റെ മുഴുവനും നിധിയും മധുവുമായ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു വിശറി കൊണ്ട് ഇങ്ങനെ വീശിക്കൊടുക്കുകയാണ്. കാറ്റുകൊടുക്കാനും പറവകളെ തടഞ്ഞു കളയാനും വിശറി കൊണ്ട് ഇങ്ങനെ വീശിക്കൊടുക്കുന്നതാണ് സ്വപ്നം കാണുന്നത് ഇമാം ബുഖാരി. ഒരു കാര്യം മനസ്സിലാക്കണേ, മൻ റആനി ഫിൽ മനാമി കഅന്നമാ റആനി ഫിൽ ലിഖള വമൻ റആനി ഫഖദ് റആനി ഫലാ യതമസ്സലു ശൈത്വാനു ബി. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ പറ്റൂല എന്ന് പറഞ്ഞ ഒരൊറ്റ ആളെ ലോക ഇസ്ലാമിക ലോകത്ത് വന്നിട്ടുള്ളൂ. റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കണ്ടുകൂടാ എന്ന് പറഞ്ഞ ആളാരാണ്? ഒറ്റ ആളെ കാണുന്നുള്ളൂ. അതാരാണ്? ഇബ്നു തൈമിയ്യത്തുൽ ഹറാനിയാണ്. അദ്ദേഹത്തിന്റെ ഫതാവയിൽ കാണാം റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കണ്ടുകൂടാന്ന്. അയാൾ ചില്ലറക്കാരനല്ല. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങൾ ജൂതന്മാരുടെ പണിയെടുത്ത ആളാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്തിനാണെന്നറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരുന്ന ഹിറാ ഗുഹയിലേക്ക്, ജബലുൻ നൂറിലേക്ക്, അതുപോലെ ഗാറ സൗറിലേക്ക് ഒക്കെ പോയിട്ട് ഇങ്ങനെ ബറക്കത്തെടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇറങ്ങിയ സ്ഥലത്ത് ഇറങ്ങും, ഒതു എടുത്ത സ്ഥലത്ത് ഒതു എടുക്കും. അങ്ങനെയൊക്കെ ഉള്ള ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ ആരാണ്? സ്വഹാബിയാണ്, ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ മോനാണ്. എന്നിട്ടും ആ നടപടി ജൂതന്മാരുടെ നടപടിയായി പോയി എന്ന് ഇമാം ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളെ കുറിച്ച് ഇബ്നു തൈമിയ്യ എഴുതിയിട്ടില്ലേ? മുതഅല്ലിമീങ്ങളെ, ഗ്രന്ഥമേറെ എഴുതിയ ആളാണെങ്കിലും ഒരു റൂം നിറയ്ക്കാൻ മാത്രം കിതാബ് എഴുതിയിട്ടുണ്ട് ഇബ്നു തൈമിയ്യ. ശരിയാണ്, അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഇബ്നുൽ ഖയ്യിമിനും ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ ഉണ്ടാകാം, ശരിയാണ്. പക്ഷേ ഹിദായത്തിന്റെ വഴിയിൽ നിന്ന് എവിടെയോ വഴിമാറി സഞ്ചരിച്ചു പോയി. അതാണ് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത്, ളാല്ലും മുദില്ലുൻ, എന്തോ പറ്റിപ്പോയി പിഴച്ചുപോയ ആളാണ്. അയാളുടെ പിഴവിന്റെ തുടക്കം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ യുസ്തഗാസു ബിഹി, റസൂലുള്ളാഹിനെ നേരിട്ട് വിളിച്ചുകൂടാ എന്ന് ലോകത്താദ്യമായി പറഞ്ഞ ആളാണ് ഇബ്നു തൈമിയ്യ. ആ ഇബ്നു തൈമിയ്യ അല്ലാതെ ഇസ്ലാമിക ലോകത്ത് വിലാസമുള്ള ഒരൊറ്റയാളെയും കാണാൻ പറ്റൂല റസൂലുള്ളാഹിനെ കണ്ടുകൂടാന്ന് പറയുന്നത്. ഇന്ന് ചില ആളുകൾ ആ വാദത്തിലേക്ക് പോകുന്നു എന്നൊരു പേടിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടുകൂടാന്ന്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, വേണമെങ്കിൽ വിശ്വസിക്കാതിരിക്കാം. കണ്ട ഞാൻ എൻ്റെ സ്വപ്നം ഇങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ച് എൻ്റെ തോളെ നിങ്ങൾ കയറണ്ട, അതെന്നെ ഒരു ഇമാമാക്കുകയും വേണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉൾക്കൊണ്ടാൽ മതി. ഒരു സ്വപ്നം കാണാനും സ്വാതന്ത്ര്യമില്ലാത്ത ലോകത്താണോ നമ്മൾ ജീവിക്കുന്നത്? ഇതെന്തൊരു വിരോധാഭാസമാണ്.
അപ്പൊ ചില ആളുകൾ റസൂലുള്ളാഹിനെ കണ്ടിട്ടുണ്ടാകാം, ചില ആളുകൾ അവരുടെ ഉസ്താദുമാരെ കണ്ടിട്ടുണ്ടാകാം, ചില ആളുകൾ ഇമാമീങ്ങളെ കണ്ടിട്ടുണ്ടാകാം. പിന്നെ സ്വപ്നത്തിന് പ്രത്യേകത കൂടിയുണ്ട്. കാണുന്നതല്ലല്ലോ സ്വപ്നം എന്ന് പറയുന്നത്. അഥവാ എല്ലാ സ്വപ്നങ്ങളും കണ്ടതിനപ്പുറം ഒരു വ്യാഖ്യാനം അർഹിക്കുന്നുണ്ട്. കണ്ടതിനപ്പുറം ഒരു വ്യാഖ്യാനം അർഹിക്കുന്നുണ്ട്. ഒരാൾ ഇങ്ങനെ കാണുകയാണ് ഞാൻ മരിച്ചുപോയിന്ന്, എന്നാൽ അതിൻ്റെ അർത്ഥം നാളെ അയാൾ മരിച്ചു പോകുന്നല്ല, അതിനൊരു വ്യാഖ്യാനം ഉണ്ടാകും. ഞാൻ ആ വിജ്ഞാനമുള്ള ആളല്ല, അതുള്ള മഹാന്മാരുണ്ട്, അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ഇനി ആ ഗ്രന്ഥങ്ങളിൽ ഉള്ളതുപോലെയും ആകണമെന്നില്ല. ഇബ്നു സീരീന്റെ സ്വപ്ന വ്യാഖ്യാനം മേടിച്ച് വീട്ടിൽ കൊണ്ടുവച്ചിട്ട് അതി പറഞ്ഞ രംഗങ്ങളെല്ലാം കണ്ട അതുപോലെ തന്നെ ഉണ്ടാവും ആരും വിശ്വസിച്ചേക്കണ്ട. അത് കോൺടെക്സ്റ്റുകളെ അടിസ്ഥാനപ്പെടുത്തി മഹാനവറുകൾ വിശദീകരിച്ചതും പുലർന്നതുമാണ്. മറ്റൊരാൾ അങ്ങനെ കണ്ടാൽ വ്യാഖ്യാനം അങ്ങനെ തന്നെ ആകണമെന്നില്ല. ഇതും സ്വപ്നത്തിന്റെ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോ തഅബീറിന്റെ ഗ്രന്ഥങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് പോയിട്ട് ആ ഇബ്നു സീരീന്റെ സ്വപ്ന വ്യാഖ്യാനം എൻ്റെ വീട്ടിലുണ്ട്. ഒരു കാള ഓടുന്നത് കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം ഇങ്ങനെയാണ് എന്ന് ഇബ്നു സീരീൻ അക്കാലത്ത് പറയുകയും അത് പുലരുകയും ചെയ്തിട്ടുണ്ടാകണം. ഇന്ന് നമ്മൾ കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം അങ്ങനെ ആകണമെന്നില്ല. അതുകൊണ്ട് സാധാരണക്കാരെ അതങ്ങനെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. ഇനി സ്വപ്നം കണ്ടുകൂടാന്ന് പറഞ്ഞാൽ 4 മദ്ഹബിന്റെ ഇമാമുകളും സ്വപ്നം കണ്ടവരാണ്, ആ സ്വപ്നം പുലർന്നവരുമാണ്. കണ്ടില്ലേ ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു